കഥ കഥ കസ്തൂരി ബിംബഭാഷയുടെ മഹാഭാരതം 191 അധ്യായത്തിലേക്കാണ് ഈ ആഴ്ച നമ്മൾ പ്രവേശിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മഹാഭാരതം ഒറ്റനോട്ടത്തിൽ എന്ന തരത്തിൽ 18 പർവ്വങ്ങളിലെയും കഥ വളരെ ചുരുക്കി പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. 18 പർവ്വത്തിൻ്റെയും കഥ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് ഒരു വിഹംഗ വീക്ഷണം എന്നുള്ള തരത്തിൽ അവതരിപ്പിക്കുകയാണ്. വനവാസത്തിൻ്റെ അവസാനം ഈ വിരാടപർവ്വത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അവിടെ വിരാടൻ്റെ പശുക്കളെ മോഷ്ടിക്കുന്നതിന് വേണ്ടി ദുര്യോധനനും ഭീഷ്മരും കർണനും ദ്രോണരും അടക്കമുള്ള കൗരവപ്പാടെ ഒന്നായിട്ട് വരുന്നു. അങ്ങനെ വരാനുള്ള കാരണം, അവരതങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം കീചകൻ്റെ മരണവാർത്ത അറിഞ്ഞതിനെ തുടർന്നാണ്. അത് രണ്ട് തരത്തിൽ അവരെ പ്രചോദിപ്പിക്കുന്നുണ്ട്. ഒന്ന്, കീചകൻ ഇല്ലാതെയായി കഴിഞ്ഞാൽ വിരാടൻ്റെ രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എളുപ്പമായിരിക്കും. രണ്ടാമത്തെ കാര്യം, കീചകനെ വധിക്കുന്നുണ്ടെങ്കിൽ അത് ഭീമസേനല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ അജ്ഞാതവാസത്തിൽ കഴിയുന്ന പാണ്ഡവർ വിരാടൻ്റെ കൊട്ടാരത്തിൽ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അവരെ കണ്ടെത്താൻ സാധിച്ചാൽ വീണ്ടും അവരെ 12 വർഷത്തെ വനവാസത്തിനും 1 വർഷത്തെ അജ്ഞാതവാസത്തിനും അയക്കാൻ സാധിക്കും. ഇങ്ങനെ ഈ രണ്ട് ദൗത്യം കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് ത്രികർത്തൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പട ഒരു ഭാഗത്ത് വിരാട രാജാവുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിരാടൻ്റെ കൊട്ടാരത്തിൽ പ്രവേശിച്ച് അവിടുത്തെ ഗോക്കളെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. വിരാടൻ്റെ ചെറിയ മകൻ ഉത്തരനാണ് യുദ്ധം നയിച്ചുകൊണ്ട് പോകുന്നത്. ഉത്തരൻ്റെ തേരാളിയായിട്ട് ബൃഹന്നളയുടെ രൂപത്തിൽ ഉള്ള അർജുനനും പോകുന്നു. അർജുനനും അവിടെ യുദ്ധത്തിന് ശേഷം അർജുനൻ അവരെല്ലാവരെയും പരാജയപ്പെടുത്തുന്നൊക്കെയായിട്ടാണ് കഥ. ആ കഥയുടെ വിശദാംശങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് ഞാൻ പോകുന്നില്ല. അവിടെ വരുന്നൊരു തർക്കം 13 വർഷം കഴിഞ്ഞോ ഇല്ലേ എന്നതാണ്. ഇപ്പോൾ ഭീഷ്മർ പറയുന്നു 13 വർഷം കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ അർജുനൻ വെളിപ്പെട്ടാൽ പോലും കുഴപ്പമില്ല എന്നാണ് ഭീഷ്മരുടെ വാദം. എന്നാൽ ദുര്യോധനൻ അത് അംഗീകരിക്കുന്നില്ല. ദുര്യോധനൻ പറഞ്ഞ 13 വർഷം കഴിഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ ഭീഷ്മർ തൻ്റെ വാദം സമർത്ഥിക്കാൻ വേണ്ടി അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു പ്രത്യേക കലണ്ടർ പ്രകാരമുള്ള കണക്ക് അവതരിപ്പിക്കുന്നുണ്ട്. ആ കണക്കിൽ അതിൽ അദ്ദേഹം പറയുന്നത് കലാമുഹൂർത്തം, ദിനം, അർദ്ധമാസം, മാസം, നക്ഷത്രം, ഗൃഹം, ഋതുക്കൾ, സംവത്സരം എന്നിങ്ങനെ കാലവിഭാഗത്തോടെയാണ് കാലചക്രം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ യൂണിറ്റ്, ദിവസത്തിനേക്കാളും താഴെയുള്ള ചെറിയ ചെറിയ യൂണിറ്റ് മുതൽക്കും മുകളിലേക്ക് പറഞ്ഞു വരികയാണ്. ആഴ്ച വരുന്നില്ല, അർദ്ധമാസം കഴിഞ്ഞാൽ പിന്നെ മാസമാണ് വരുന്നത്. അങ്ങനെയാണ് കാലചക്രം പ്രവർത്തിക്കുന്നത്. കാലത്തിൻ്റെ അഥവാ സമയത്തിൻ്റെ അധികരണത്താലും ജ്യോതിർഗോളങ്ങളുടെ വ്യതിക്രമത്താലും ചലനത്തിൽ വരുന്ന വ്യതിയാനത്താലും 5 വർഷം കഴിയുന്ന സമയത്ത് കുറച്ച് കാലം കൂടുതൽ എടുക്കേണ്ടി വരും. അപ്പോൾ 5 വർഷം കൂടുമ്പോൾ 2 മാസം അധികം വരും. 5 വർഷമായി എന്ന് നമ്മൾ പറയണമെങ്കിൽ 5 വർഷവും 2 മാസവും വേണ്ടി വരും. അതുകൊണ്ട് 13 വർഷം തികയണമെങ്കിൽ 5 മാസവും 12 രാത്രികളും അധികം കഴിയേണ്ടി വരും എന്ന് ഒരു കണക്ക് ഭീഷ്മർ അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ പിന്നെ കലാംശാസ്താദ യുജ്യന്തേ മുഹൂർത്താശ്ച ദിനാനിച അർദ്ധമാസാശ്ച മാസാശ്ച നക്ഷത്രാണി ഗ്രഹാസ്തഥ ഹൃദവശ്ചാഭിയുജ്യന്തേ തഥാ സംവത്സര അഭി ഏവം കാലവിഭാഗേന കാലചക്രം പ്രവർത്തതി. കാലചക്രം എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ അതൊരു കലണ്ടറിൻ്റെ സിസ്റ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു കല, മുഹൂർത്തം, ദിവസം, അർദ്ധമാസം, മാസം, നക്ഷത്രം, അങ്ങനെ ഒരു കാലചക്രത്തിൻ്റെ ഒരു ഗതിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. തേഷാം കാലാതിരേകേണ, അതുകൊണ്ട് അധികരണത്താൽ, കാലത്തിൻ്റെ അധികരണത്താലും കാലാധികരണേന ജ്യോതിഷാംച വ്യതിക്രമ, ജ്യോതിർഗോളങ്ങളുടെ വ്യതിക്രമത്താലും പഞ്ചമേ വർഷേ ദൗ മാസ ഉപജായത, 5 വർഷം കഴിയുന്ന സമയത്ത് ഈ 2 മാസം അധികം വരും എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ ഒരു കലണ്ടറിൽ നമ്മൾ 365 ദിവസവും 366 ദിവസവും ഉണ്ടാകുന്ന തരത്തിലുള്ള ക്രമങ്ങളുണ്ടല്ലോ. അതിലൊരു ദിവസം ഫെബ്രുവരിയിൽ 28 ദിവസവും ചില സമയത്ത് 29 ദിവസമൊക്കെ വരുന്ന ഒരു രീതി. അതിൻ്റെ കുറച്ചുകൂടെ പഴയ, അതിനേക്കാൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടേറിയ വേറെ ഒരു കാലഗണനയാണ് ഇവിടെ വരുന്നതെന്നർത്ഥം. പഞ്ചമേ വർഷേ 2 മാസ ഉപജായത തേഷാം അഭ്യധിക മാസ 5 ദ്വാദശ ക്ഷപ
ത്രയോദശാനാം വർഷാണാം ഇതിമേ വർത്തതേ മതി. അപ്പൊ 13 വർഷം കഴിഞ്ഞു എന്ന് പറയണമെങ്കിൽ 13 വർഷവും പിന്നെ 5 മാസവും 12 രാത്രികളും അധികം കഴിയേണ്ടി വരും എന്നാണ് ഭീഷ്മർ കണക്ക് കൂട്ടി പറയുന്നത്. അപ്പൊ ആ കാലഗണന എങ്ങനെയാണ് ഭീഷ്മർ അത്തരം ഒരു കാലഗണനയിൽ എത്തിയത് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ BC 10-ാം നൂറ്റാണ്ട് മുതൽ ഭാരതത്തിൽ നിലനിന്നിരുന്ന ഒരു കാലഗണനാ സമ്പ്രദായത്തെക്കുറിച്ച് നമുക്ക് വിവരം കിട്ടും. വേദാംഗ ഗണിതം എന്ന കൃതിയിൽ ആ കാലഗണനയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അതനുസരിച്ച് ഇപ്പൊ നമ്മൾ ജനുവരിയിൽ 31, ഫെബ്രുവരി 28, മാർച്ച് 31, ഏപ്രിൽ 30 ഇങ്ങനെ പല പല ക്രമത്തിലാണല്ലോ. അതിന് പകരം കുറച്ചുകൂടെ ലളിതമായിട്ട് ഓരോ മാസം, ഒരു മാസം 29, അടുത്ത മാസം 30, വേറൊരു മാസം 29, അടുത്ത മാസം 30, വേറൊരു മാസം 20, അങ്ങനെ ആകെയുള്ള 12 മാസത്തിൽ 6 മാസം 29 ദിവസം വെച്ചിട്ടോ 6 മാസം 30 ദിവസം വെച്ച് കണക്കൂട്ടുന്നായിരുന്നു ആ കാലഗണനയുടെ രീതി. അങ്ങനെ വരുമ്പോൾ ആകെ വർഷത്തിൽ 354 ദിവസങ്ങളെ വരും. അതുകൊണ്ട് ചക്രം പൂർത്തീകരിക്കപ്പെടുന്നില്ല എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഒരു വൃത്തം, ഒരു ചക്രം പൂർത്തീകരിക്കണമെങ്കിൽ 354 ദിവസം മതിയാവില്ല, കുറച്ചുകൂടെ ദിവസം കഴിയേണ്ടതുണ്ടെന്ന് അവർക്കറിയാം. വർഷത്തിൽ 11 ചിലപ്പോൾ 12 ദിവസങ്ങൾ കുറവ് വരുന്നർത്ഥം. ഇതുകൂടി കണക്കിലെടുത്തായിരിക്കാം ഭീഷ്മര് പഞ്ചമേ വർഷേ 2 മാസ ഉപജായത, 5 വർഷം കൂടുമ്പോൾ 2 മാസങ്ങൾ അധികം വരും എന്ന് പറഞ്ഞത്. ഒരു പുരാവൃത്തത്തിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഒരു കാലഗണനാ സമ്പ്രദായം മനസ്സിലാക്കുക എന്ന് ഉള്ളൊരു ഉദാഹരണമുണ്ട്. ഇപ്പോൾ നമുക്ക് ഭീഷ്മര് ജീവിച്ചിരുന്നോ, അല്ലെങ്കിൽ പാണ്ഡവരും കൗരവരുമായിട്ട് യുദ്ധം നടന്നു, അതൊക്കെ വേറെ പ്രശ്നമാണ്. പക്ഷെ അത്തരം ഒരു പരാമർശം ആ കാലത്തുണ്ടായ ഒരു കൃതിയിൽ നിന്ന് വരണമെങ്കിൽ ആ കാലത്തെ സമൂഹത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു കാലഗണനാ സമ്പ്രദായം അതിനുള്ളിൽ മറഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് അർത്ഥം. ഏകം കാലവിഭാഗേന കാലചക്രം പ്രവർത്തതേ തേഷാം കാലാതിരേഖേണ ജ്യോതിഷാം ച വ്യതിക്രമാത് എന്ന് പറയുമ്പോൾ ജ്യോതിഷം എന്ന വാക്ക് ആകാശഗോളങ്ങൾ എന്ന അർത്ഥത്തിലാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്, അല്ലാതെ ഈ ഫലം പറയുന്ന ജ്യോതിഷം എന്ന അർത്ഥത്തിലല്ല. അപ്പോൾ യുദ്ധത്തിൽ അർജുനൻ ഭീഷ്മരെയും ദ്രോണരെയും കർണനെയും ദുര്യോധനെയും അടക്കമുള്ള എല്ലാവരും ഒറ്റയ്ക്ക് പരാജയപ്പെടുത്തി ഗോക്കളെ വീണ്ടെടുക്കുന്നതായിട്ടാണ് പിന്നീട് കഥ പോകുന്നത്. തൻ്റെ കൊട്ടാരത്തിൽ വേഷം മാറി താമസിച്ചു വന്നത് പാണ്ഡവരായിരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ തൻ്റെ പുത്രി ഉത്തരയെ അർജുനൻ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹമാണ് വിരാട രാജാവ് പ്രകടിപ്പിക്കുന്നത്. ഉത്തരയുടെ തൊഴിയായിട്ട് അവളെ അലങ്കരിക്കുന്ന ജോലിയാണല്ലോ അർജുനൻ ചെയ്തുകൊണ്ടിരുന്നത് ബൃഹന്നളയുടെ വേഷത്തിൽ. അർജുനൻ പക്ഷെ അതിന് വഴങ്ങാതെ ഉത്തരയെ തൻ്റെ പുത്രൻ അഭിമന്യുവിനെ കൊണ്ടാണ് വിവാഹം കഴിപ്പിക്കുന്നത്. അതിന് അർജുനൻ പറയുന്ന ന്യായീകരണം, അങ്ങനെ വഴങ്ങിക്കഴിഞ്ഞാൽ ഞാനും ഉത്തരയും തമ്മിൽ നേരത്തെ കൊട്ടാരത്തിൽ നിന്ന് തന്നെ എന്തോ അവിഹിതമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു സമൂഹം തെറ്റിദ്ധരിക്കാനിടയുണ്ട്. ഒരു കൊല്ലം മുഴുവനും ഒരുമിച്ച് കൊട്ടാരത്തിൽ താമസിച്ചു. ഉത്തരയുടെ കിടപ്പ് മുറിയിലടക്കം പ്രവേശനമുള്ള ഒരു ശിഖണ്ഡി അല്ലെങ്കിൽ ബൃഹന്നളയായിട്ടാണല്ലോ കഴിയുന്നത്. അപ്പം അങ്ങനെ കഴിഞ്ഞ ഒരാൾ പിന്നീട് വിവാഹം കഴിക്കുമ്പോൾ ആദ്യത്തെ ആ ഒരു വർഷത്തിൽ ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് സംശയം തോന്നാനിടയുണ്ട് എന്നതുകൊണ്ടാണ് അർജുനൻ അത് ഒഴിവാക്കുന്നത്. തുടർന്ന് വരുന്ന ഉദ്യോഗപർവത്തിൽ, വിരാടപർവം കഴിഞ്ഞാൽ പിന്നെ ഉദ്യോഗപർവമാണ്. ഉദ്യോഗപർവത്തിൽ യുദ്ധം ഒഴിവാക്കാനും പാണ്ഡവരും കൗരവരും തമ്മിൽ പ്രശ്നം സമാധാനപരമായിട്ട് തീർക്കാനുമുള്ള പല പല ദൗത്യങ്ങളാണ്, ഉദ്യമങ്ങളെ കുറിച്ചാണ് പറയുന്നത്, ദൂതുകളെ കുറിച്ചാണ് പറയുന്നത്. ഒരു ഘട്ടമല്ല, പല പല ഘട്ടങ്ങളായിട്ട്. ദ്രുപദന്റെ പുരോഹിതൻ ആയ ഒരു ബ്രാഹ്മണൻ ദൂത് പോകുന്നുണ്ട്, സഞ്ജയൻ ദൂത് പോകുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് അവസാനം പിന്നെ കൃഷ്ണൻ ദൂത് പോകുന്നുണ്ട്, അങ്ങനെ പല ആൾക്കാരും ദൂത് പോകുന്നുണ്ട്. ധൃതരാഷ്ട്ര സഞ്ജയന്റെ അടുത്ത് സഞ്ജയനെ ദൂതനായിട്ട് പറഞ്ഞയക്കുമ്പോൾ നമ്മൾ കഥ പറയുമ്പോൾ തന്നെ ശ്രദ്ധിച്ച ഒരു കാര്യം, ധൃതരാഷ്ട്ര പറഞ്ഞയക്കുന്ന സന്ദേശമല്ല സഞ്ജയൻ പാണ്ഡവരോട് വന്ന് പറയുന്നത് എന്നുള്ളതാണ്. ആ ധൃതരാഷ്ട്ര യുദ്ധം അവസാനിപ്പിക്കണം, സൗഹൃദത്തിൽ കഴിയണം എന്ന ഒരു സന്ദേശം കൊടുക്കുന്ന സമയത്ത് പോലും പാണ്ഡവരുടെ അടുത്തുനിന്ന് സഞ്ജയൻ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ യുദ്ധം ചെയ്ത് രാജ്യം നേടുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷയെടുത്ത് ജീവിക്കുകയാണ് എന്ന തരത്തിൽ പാണ്ഡവരെ ഇത്രയും കൊല്ലങ്ങൾ 10-13 വർഷക്കാലം പാണ്ഡവർ അനുഭവിച്ച ദുരന്തങ്ങൾക്കൊന്നും യാതൊരു വിലയില്ല എന്നുള്ള തരത്തിൽ അവരെ ഒരു പരിധി വരെ അധിക്ഷേപിച്ചുകൊണ്ടാണ് സഞ്ജയൻ സംസാരിക്കുന്നത്. എങ്ങനെയാണ് ഒരു ദൂത് അല്ലെങ്കിൽ ഒരു ദൂതൻ അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിയുന്ന സമയത്ത് തെറ്റായ വാർത്ത പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് നമ്മളിത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സഞ്ജയൻ ശരിക്കും ഇന്നത്തെ മാധ്യമത്തിന്റെ ഒരു അതിരൂപം എന്നുള്ള തരത്തിൽ വേണം സഞ്ജയനെ കാണാൻ. മഹാഭാരതം അങ്ങനെയാണ് സഞ്ജയനെ അവതരിപ്പിക്കുന്നത്. എല്ലാം സഞ്ജയൻ കാണുന്നു, സഞ്ജയൻ പറയുന്നതനുസരിച്ചാണ് യുദ്ധവർണ്ണന ബാക്കി ആൾക്കാർ കേൾക്കുന്നത്. ധൃതരാഷ്ട്ര അങ്ങനെയാണ് കേട്ടത്. ധൃതരാഷ്ട്രക്ക് കണ്ണില്ല.
അദ്ദേഹം പറഞ്ഞു കൊടുത്ത ആ കാലവർണ്ണനയും ആ യുദ്ധവർണ്ണനയും അതിൻ്റെ കഥയുടെ രീതിയിലുമാണ് പിന്നീടുള്ള കാലവും കേൾക്കുന്നത്. നമ്മുടെ മറ്റാളുകളും സമൂഹവും ഒക്കെ സഞ്ജയൻ്റെ ആ മൊഴിയാണ്. സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുത്ത ആ ആഖ്യാനമാണ് ബാക്കി ലോകം മുഴുവൻ കേൾക്കുന്നത് അർത്ഥം. അപ്പോൾ സഞ്ജയൻ വസ്തുതകളെ പറയാൻ വേണ്ടി ചുമതലപ്പെടുത്തിയ ഒരാളാണ്. ആ സഞ്ജയൻ അങ്ങനെ ഏറ്റെടുത്ത മറ്റൊരു ദൗത്യത്തിൽ വസ്തുനിഷ്ഠമായിട്ടല്ല കാര്യങ്ങൾ അവതരിപ്പിച്ച് എന്നാണ് പറയുന്നത്. പാണ്ഡവർ ജീവിച്ചിരിക്കെ അവരുടെ സമ്പത്തും രാജ്യവും കവർന്നെടുക്കാൻ ആർക്ക് സാധിക്കും എന്നാണ് ധൃതരാഷ്ട്രർ ചോദിക്കുന്നത്. മാത്രമല്ല, സംഘർഷം മൂർച്ഛിച്ച് യാതൊരു കാരണവശാലും യുദ്ധത്തിലേക്ക് നയിക്കുന്ന തരത്തിൽ പെരുമാറരുത് എന്നും ധൃതരാഷ്ട്ര സഞ്ജയനോട് പറയുന്നുണ്ട്. പക്ഷേ അക്കാര്യം സഞ്ജയൻ ഒരിക്കലും യുധിഷ്ഠിരനെയോ പാണ്ഡവരെയോ അറിയിക്കുന്നില്ല. യുദ്ധം ചെയ്ത് രാജ്യം നേടുന്നതിലും നല്ലത് ഭിക്ഷ എടുത്ത് ജീവിക്കുകയാണ് എന്ന അഭിപ്രായമാണ് സഞ്ജയൻ അറിയിക്കുന്നത്. ആ അഭിപ്രായം ധൃതരാഷ്ട്രർ പറഞ്ഞേൽപ്പിച്ചതല്ല, സഞ്ജയന്റെ സ്വന്തം അഭിപ്രായമാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു മാധ്യമം വഴിതെറ്റി പോകുന്നത്, ഒരു മീഡിയ എങ്ങനെയാണ് വഴിതെറ്റുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് സഞ്ജയന്റെ ഈ ദൂതിനെ കാണാവുന്നതാണ്. അങ്ങനെ ദൂതൊക്കെ പരാജയപ്പെട്ടു. എന്തായാലും യുദ്ധം ഉണ്ടാകും എന്ന് ഉറപ്പായി. കൃഷ്ണന്റെ ദൂതടക്കം പരാജയപ്പെട്ടു. അപ്പം അങ്ങനെയപ്പം കൃഷ്ണന്റെ സഖിത്വം കാംക്ഷിച്ചുകൊണ്ട് അർജുനനും ദുര്യോധനനും ദ്വാരകയിലെത്തുന്നു. ഒടുവിൽ നാരായണ സൈന്യം ഒന്നാകെ കൗരവപക്ഷത്തും ആയുധമെടുക്കാത്ത കൃഷ്ണൻ മാത്രം പാണ്ഡവപക്ഷത്തും എന്ന നിലയിലാണ് ദ്വാരകയുടെ സഖിത്വം വിഭജിക്കപ്പെടുന്നത്. ദ്വാരക പൂർണ്ണമായിട്ടും പാണ്ഡവപക്ഷത്തോ കൗരവപക്ഷത്തോ അല്ല എന്നർത്ഥം വിഭജിക്കപ്പെടുകയാണ്. ബലരാമൻ ഈ യുദ്ധത്തിൽ ആരെയും സഹായിക്കുകയില്ല എന്ന് തീരുമാനമെടുത്തു. യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായിട്ട് ബലരാമൻ നാട് വിട്ടു പോകുന്നുണ്ട്. ബലരാമൻ ഒറ്റയ്ക്കല്ല, മഹാഭാരതത്തിലെ ബലരാമന്റെ കൂടെ അവിടുത്തെ കൃഷിക്കാർ ഒരുമിച്ചാണ്. അവർ ഒന്നായിട്ട് അവരുടെ കച്ചവട സാധനങ്ങൾ, വസ്തുക്കൾ, അവരുടെ സ്വത്ത് ഒരു പലായനത്തിൻ്റെ ഒരു യുദ്ധം ഉണ്ടാകുന്ന ഒരു സ്ഥലത്തു നിന്ന് ഒരു ജനതയെ ഒന്നായിട്ട് പലായനം ചെയ്യുന്നതിൻ്റെ ഒരു ചിത്രം കൂടെ നമുക്ക് ബലരാമന്റെ ആ യാത്രയിൽ കാണാൻ സാധിക്കും. വൃത്രനെ ചതിച്ചു കൊല്ലുന്ന ദേവേന്ദ്രന്റെ കഥയും മഹർഷിമാരെ കൊണ്ട് പല്ലക്കൊടുപ്പിച്ച നഹുഷന്റെ കഥയും ഒക്കെ ഉദ്യോഗപർവത്തിൽ ഉപകഥകളായിട്ട് വരുന്നുണ്ട്. ഈ ഓരോ കാര്യം വിശദീകരിക്കാൻ വേണ്ടി സ്വന്തം വംശത്തെ തോൽപ്പിച്ച് മഹാവിഷ്ണുവിനോടൊപ്പം നിൽക്കുന്ന പ്രഹ്ലാദന്റെ കഥയും ഈ പർവ്വത്തിലാണ് വരുന്നത്. മഹാബലിയുടെ കഥയുടെ സൂചന നേരത്തെ വനപർവ്വത്തിൽ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രാഹ്മണർ സംസാരിക്കുന്ന സമയത്ത് പാണ്ഡവരോടും യുധിഷ്ഠിരനോട് പറയുന്നുണ്ട്, എല്ലായ്പ്പോഴും ബ്രാഹ്മണന്മാരെ ബഹുമാനിക്കണം. മഹാബലി വളരെ പ്രശസ്തരായിരുന്നു, ജനങ്ങൾക്ക് എല്ലാ നന്മയും ചെയ്തു, വളരെ നല്ല ഭരണം നടത്തി, സമ്പൽ സമൃദ്ധി ഉണ്ടാക്കി. പക്ഷെ ഒരു കാര്യം മാത്രം ചെയ്തില്ല, ബ്രാഹ്മണരെ വേണ്ട വിധത്തിൽ ബഹുമാനിച്ചില്ല. അതുകൊണ്ട് മഹാബലിയെ കൊന്നുകളഞ്ഞു. അതുകൊണ്ട് നീ ബ്രാഹ്മണരെ ബഹുമാനിക്കണം എന്ന് പറയുന്ന സാഹചര്യത്തിൽ അവിടെ എന്തുകൊണ്ട് മഹാബലിയെ കൊന്നു എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നീട് ആ കഥയുടെ ബാക്കി ഭാഗം പറയുന്നത് ഉദ്യോഗപർവത്തിലാണ്. അസുര രാജാവിന്റെ ഹിരണ്യകശിപുവിനെ തള്ളി പറഞ്ഞുകൊണ്ടാണ് പ്രഹ്ലാദൻ മഹാവിഷ്ണുവിന്റെ പക്ഷം പിടിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ആരെയാണ് ആരാധിക്കേണ്ടത്? ഹിരണ്യകശിപുവിനെ, അസുരന്മാരുടെ രാജാവായിട്ടുള്ള ഹിരണ്യകശിപുവിനെയാണോ ആരാധിക്കേണ്ടത്? അദ്ദേഹത്തിന്റെ അധികാരമാണോ സ്വീകരിക്കേണ്ടത്? അല്ലെങ്കിൽ വേറെ ഒരു ദർശനവും വേറെ ഒരു തത്വചിന്തയുമായിട്ട് വന്നിരിക്കുന്ന വർണ്ണാശ്രമധർമ്മത്തിന്റെ ഒരു അഭിപ്രായം സ്വീകരിക്കുന്ന മതത്തിന്റെ വക്താവായിട്ടുള്ള കൃഷ്ണനെയാണോ മഹാവിഷ്ണുവിനെയാണോ ആരാധിക്കേണ്ടതെന്നുള്ള പ്രശ്നം വന്നപ്പം സ്വന്തം വംശത്തെ, അസുരന്മാരുടെ വംശത്തിന്റെ തലവനെ തള്ളിക്കളഞ്ഞുകൊണ്ട് മറ്റൊരു വംശത്തിന്റെ നേതാവായിട്ടുള്ള വിഷ്ണുവിനെ സ്വീകരിക്കുകയാണ് പ്രഹ്ലാദൻ ചെയ്യുന്നത്. പ്രഹ്ലാദന്റെ ശേഷം അദ്ദേഹത്തിന്റെ പുത്രൻ വിരോചനന്റെ പുത്രൻ മഹാബലിയാണ്. ഈ രണ്ടുപേരും, വിരോചനനും മഹാബലിയും, ബ്രാഹ്മണരുടെ കുതന്ത്രങ്ങളിൽപ്പെട്ട് വധിക്കപ്പെടുകയും അവർക്ക് രാജ്യം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അവരുടെ രാജ്യം മഹാവിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള വാമനന്റെ രൂപത്തിൽ വന്നിരിക്കുന്ന ബ്രാഹ്മണർ തന്നെ ഒന്നായിട്ട് ഏറ്റെടുക്കുന്നതായിട്ടാണ് വരുന്നത്. ബ്രാഹ്മണരുടെ അപ്രമാദിത്വം ഉറപ്പിക്കാൻ വേണ്ടിയാണ് പ്രഹ്ലാദന്റെയും വിരോചനന്റെയും ഒക്കെ കഥ പറയുന്നതെങ്കിൽ പോലും കഥയ്ക്കുള്ളിൽ പറയാതെ നിൽക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ കഥ സൂക്ഷിച്ച് വായിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു സന്ദേശം, പ്രഹ്ലാദനിൽ നിന്നും മഹാബലിയിലെത്തുമ്പോൾ, മഹാവിഷ്ണുവിന്റെ പക്ഷം പിടിച്ച പ്രഹ്ലാദനിൽ നിന്ന് മഹാബലിയിലെത്തുമ്പോൾ ഈ ബ്രാഹ്മണൻ കാരണം, അല്ലെങ്കിൽ ഈ വർണ്ണാശ്രമധർമ്മത്തിന്റെ ആ ഒരു അധികാര ഘടന കാരണം അസുര വംശത്തിന്, അസുര രാജാക്കന്മാർക്ക് അവരുടെ രാജ്യം നഷ്ടപ്പെടുന്നു, ജീവനും നഷ്ടപ്പെടുന്നു, അവരുടെ സർവ്വവും നഷ്ടപ്പെട്ട അവസ്ഥയിലെത്തുന്നു എന്നുള്ളതാണ്. വിദുരരുടെ വളരെ ദീർഘിച്ച ഉപദേശങ്ങൾ ഈ ഉദ്യോഗപർവത്തിൽ കാണാം. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഉപദേശം എന്നതിലുപരി അക്കാലത്തെ സാമൂഹ്യ നിയമങ്ങൾ വിശദീകരിക്കുന്നവയാണ്
പലപ്പോഴും ഈ ഉപദേശങ്ങൾ. പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണമെടുത്താൽ പൂർണ്ണം തന്നെ അവശേഷിക്കുന്നു എന്നുള്ള ഉപനിഷത്തിലെ മന്ത്രങ്ങളൊക്കെ ഇവിടെ വീണ്ടും വിദുരരുടെ ഉപദേശമായിട്ട് വരുന്നുണ്ട്. ദേവന്മാരൊക്കെ പാണ്ഡവർക്കൊപ്പമാണ് എന്ന് ധൃതരാഷ്ട്ര പറയുമ്പോൾ അതിനെ തള്ളി പറയുന്നുണ്ട് ദുര്യോധനൻ. ആ ദുര്യോധനന്റെ വാദങ്ങൾ വളരെ യുക്തിപൂർവമാണ്. ദേവന്മാരിൽ മനുഷ്യരെ പോലെയുള്ള കാമനകൾ ഉണ്ടായാൽ അവർ പിന്നെ ദേവന്മാരല്ല എന്നാണ് ദുര്യോധനൻ വാദിക്കുന്നത്. ദേവന്മാരുടെ ശക്തി വലിയതാണെങ്കിലും മനുഷ്യൻ എന്ന നിലയിൽ എൻ്റെ ശക്തി അതിലും മികച്ചതാണ് എന്ന് പറയുന്നുണ്ട് ദുര്യോധനൻ. അകാമ ദ്വേഷ സംയോഗ, അതാണ് ദേവന്മാരുടെ ഒരു പ്രത്യേകത. അവർക്ക് കാമവും ദ്വേഷവും ഒന്നും ഉണ്ടാവാൻ പാടില്ല. അകാമ ദ്വേഷ സംയോഗ രോഹാൽ ലോഭച്ച ഭാരത ഉപേക്ഷയാച്ച ഭാവാനാം ദേവാഹ ദേവത്വം ആപ്നുവിൻ. ദേവത്വം, ദേവന്മാർക്ക് എങ്ങനെയാണ് ദേവത്വം ലഭിക്കുന്നത് എന്നാണ് ഇവിടെ ദുര്യോധനൻ വിശദീകരിക്കുന്നത്. കാമദ്വേഷ ലോഭ മോഹാദികളെല്ലാം ഉപേക്ഷിച്ചവരാകയാലാണ് അവർക്ക് ദേവത്വം കൈവരുന്നത്. അതുകൊണ്ട് ഭൂമിയിലെ മനുഷ്യർ തമ്മിലുള്ള യുദ്ധത്തിലോ അവരുടെ വിജയത്തിലോ അവരുടെ പരാജയത്തിലോ ഒക്കെ ദേവന്മാർക്ക് വലിയ താല്പര്യം ഉണ്ടാവാൻ സാധ്യതയില്ല. അഥവാ അവരങ്ങനെ താല്പര്യം കാണിച്ചാൽ അവരെന്ത് സംഭവിക്കും? അവരുടെ ദേവത്വം നഷ്ടപ്പെടുകയും അവർ മനുഷ്യന്മാരായിട്ട് അധപ്പതിക്കുകയും ചെയ്യും എന്നാണ് ദുര്യോധനൻ യുക്തിപൂർവ്വം വാദിക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ ദുരന്തങ്ങൾക്കും കാരണക്കാരൻ സ്വന്തം പിതാവ് തന്നെയാണ് എന്ന് കുന്തി തുറന്നു പറയുന്ന ഭാഗം ഈ ഉദ്യോഗപർവത്തിൽ നമ്മൾ വായിക്കും. മക്കളോടും പാണ്ഡവരോട് സംസാരിക്കുന്ന സമയത്ത് അത് വായനക്കാരൻ്റെ മനസ്സിനെ വല്ലാതെ ഉലയ്ക്കുന്നതാണ്. കുട്ടിയായ താൻ ചെറിയ പെൺകുട്ടിയായിരുന്നു, പന്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു പിതാവ് തന്നെ സുഹൃത്തിന് പിടിച്ചു കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. ധൂർത്തനായ ഒരു സമ്പന്നൻ തൻ്റെ കയ്യിലുള്ള ധനം സുഹൃത്തിന് കൊടുക്കുന്ന അത്ര ലാഘവത്തോടെയാണ് പിതാവ് തന്നെ ദാനം ചെയ്തത് എന്നും കുന്തി ഓർമ്മിക്കുന്നുണ്ട്. അദ്ദേഹം കുന്തിഭോജന്റെ പിന്നെ അടുത്തേക്ക് കുന്തി വരുന്നത് സ്വന്തം പിതാവ് ദാനം ആയിട്ട് കൊടുത്തത് കൊണ്ടാണ്. കുന്തി എന്ന പേര് പോലും അവൾക്ക് വളർത്തച്ഛൻ്റെ പേരിൽ നിന്ന് കിട്ടുന്നതാണ് എന്ന് പറഞ്ഞല്ലോ. യയാതിയുടെ പുത്രി മാധവിയെ ഗാലവൻ കൊണ്ടുപോകുന്നതും പല പല രാജാക്കന്മാർക്ക് നൽകി ഗുരുദക്ഷിണയ്ക്കുള്ള കുതിരയെ സമ്പാദിക്കുന്ന കഥ ഉദ്യോഗപർവത്തിലാണ് വേറൊരു ഉദാഹരണം ആയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഗാലവന് ഗുരുദക്ഷിണയ്ക്ക് വേണ്ടി കാശി ചോദിച്ചിട്ട് യയാതിയുടെ കൊട്ടാരത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാശില്ലായിരുന്നു, പണമൊന്നുമില്ലായിരുന്നു. അദ്ദേഹം ഒരു വലിയ യജ്ഞമൊക്കെ നടത്തിയിട്ട് എല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത് കുത്തുവാളെടുത്തിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം വന്ന് അങ്ങനെയാണ് കുത്തുകയെ കൊടുക്കുന്നത്. കാലോവ കാരണം രാജ്ഞോ രാജാവ കാലകാരണം ഇതിതേ സംശയോ മാ അഭൂത് രാജാ കാലസ്യ കാരണം. രാജാ കൃതയുഗസ്രഷ്ട ത്രേതായ ദ്വാപരസ്യ യുഗസ്യ ചതുർത്ഥസ്യ രാജാ ഭവതി കാരണം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകം ഈ ഉദ്യോഗപർവത്തിൽ വരുന്നുണ്ട്. രാജാവ് അഥവാ ഭരണകൂടമാണ് നല്ല കാലവും ചീത്തക്കാലവും ഒക്കെ സൃഷ്ടിക്കുന്നത് എന്ന് മഹാഭാരതത്തിൽ ആദ്യമായിട്ട് സമർത്ഥിക്കുന്നത് കുന്തി എന്ന കഥാപാത്രമാണ്. കുന്തിയാണ് ഇത് പറയുന്നത്. കാരണം അതിനു മുമ്പുള്ള ധാരണ എന്താണ്? ഇപ്പോൾ ഓരോ യുഗത്തിൽ കൃതയുഗം സത്യയുഗമാണ്. അവിടെ നല്ല ഭരണാധികാരികളുണ്ടാവും, ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ നടക്കും, ധർമ്മം പുലരും. ത്രേതായുഗം കുറച്ചുകൂടെ മോശമാണ്, ദ്വാപരം പിന്നെയും മോശമാണ്. അവിടെയുള്ള രാജാക്കന്മാരുടെ ഗുണത്തിലും കുറവ് വരും, ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് കൂടും, അധർമ്മം കൂടുതൽ വർദ്ധിക്കും. അവസാനത്തെ കലിയുഗത്തിലെത്തുമ്പോൾ ധർമ്മം ക്ഷയിക്കും. ഇങ്ങനെയാണ് നമ്മുടെ സാധാരണ പറഞ്ഞു പോരാറുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അപ്പൊ കാലം മോശം രാജാക്കന്മാരെയും മോശം ഭരണവും മോശം ജീവിതാവസ്ഥകളും അധർമ്മവും സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് നേരത്തെ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്, വിശ്വസിച്ചു പോരുന്നത്. പക്ഷെ ഇപ്പൊ കുന്തി പറയുന്നത് രാജാ കാലസ്യ കാരണം, രാജാവാണ് കാലത്തിന് കാരണമാകുന്നത് എന്നാണ്. രാജാവ്, നല്ല രാജാവ് വരുമ്പം സത്യയുഗം ഉണ്ടാവുകയും ഏറ്റവും മോശം രാജാവ് വരുമ്പം കലിയുഗം ഉണ്ടാവുകയും ചെയ്യുന്നത് സംഭവിക്കുന്നത് എന്ന്. അതെന്ന് വെച്ചാൽ ഭരണകൂടത്തിന്റെ പ്രാധാന്യം, രാജാവിന്റെ പ്രാധാന്യം, ഭരണകൂടത്തിന്റെ പ്രാധാന്യം, ധർമ്മം നിലനിർത്തുന്നതിലും ജനങ്ങളുടെ ക്ഷേമം നിലനിർത്തുന്നതിലൊക്കെ രാജാവിനുള്ള പ്രാധാന്യം കുന്തിയാണ് മഹാഭാരതത്തിൽ ആദ്യമായിട്ട് ഊന്നി പറയുന്നത്. പിന്നീട് ഇതേ കാര്യം തന്നെ ഭീഷ്മര് യുദ്ധത്തിന് ശേഷം ശരശയ്യയിൽ കിടന്നുകൊണ്ട് ഭീഷ്മർ ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഉദ്യോഗപർവത്തിൽ പിന്നെ യുദ്ധം ചെയ്യാൻ വേണ്ടി മക്കളെ പ്രേരിപ്പിക്കുന്ന ഒരു സമയത്താണ്, യുധിഷ്ഠിരനെ പ്രേരിപ്പിക്കുന്ന ഒരു സന്ദർഭത്തിൽ കുന്തിയാണ് ഇക്കാര്യം ആദ്യമായിട്ട് പറയുന്നത്. അങ്ങനെ ഒരു സംശയം നിനക്ക് വേണ്ട, കാലം
രാജാവിൻ്റെ കാരണമാവുകയാണോ? നല്ല കാലം ഉള്ളതുകൊണ്ട് നല്ല രാജാവും ചീത്തക്കാലം ഉള്ളത് കൊണ്ട് ചീത്ത രാജാവും ഉണ്ടാവുകയാണോ? അതല്ലെങ്കിൽ രാജാവ് കാലത്തിന് കാരണമാവുകയാണോ? ഇതിനെക്കുറിച്ച് നിനക്ക് സംശയത്തിൻ്റെ യാതൊരു ആവശ്യവുമില്ല. രാജാവാണ് കാലത്തിന് കാരണം. രാജാ കാലസ്യ കാരണം. മാത്രമല്ല, ഒന്നുകൂടെ കുന്തി ഉറപ്പിച്ചു പറയുന്നു, രാജാ കൃതയുഗ സൃഷ്ട. കൃതയുഗം സൃഷ്ടിക്കുന്നത് ഭരണകൂടമാണ്, ഭരണാധികാരിയാണ്. രാജാ കൃതയുഗ സൃഷ്ട. കൃതയുഗത്തിന്റെ സൃഷ്ടാവ് ഭരണാധികാരിയാണ്. ത്രേതായോ ദ്വാപരസ്യ. ത്രേതായുഗത്തിന്റെയും ദ്വാപരത്തിന്റെയും സൃഷ്ടാവ് ഭരണാധികാരിയാണ്. യുഗസ്യ ചതുർത്ഥസ്യ രാജാ ഭവതി. കാരണം ഈ 4 യുഗത്തിന്റെ അവസാനത്തെ ഈ കലിയുഗമടക്കമുള്ള 4 യുഗത്തിന്റെയും കാരണക്കാരൻ രാജാവാണ്, അല്ലെങ്കിൽ ഭരണകൂടമാണ് എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുന്നുണ്ട്. പിന്നെ ഇദ്ദേഹം കലിക്കും, 4 യുഗത്തിന് മാത്രമല്ല കലിക്കും കാരണം രാജാവ് തന്നെ എന്ന് പറയുന്നുണ്ട് കുന്തി. കൃഷ്ണൻ പിന്നീട് ദൂത് പോകുന്നു. കൃഷ്ണന്റെ ദൂതും പരാജയപ്പെടുകയും കൃഷ്ണനെ ദുര്യോധന സഭ അപമാനിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം കൃഷ്ണൻ കർണനെ പാണ്ഡവ പക്ഷത്തേക്ക് കൂട്ടി എടുപ്പിക്കാൻ വേണ്ടി ഒരു പ്രവർത്തനം നടത്തുന്നുണ്ട്. അതിനുവേണ്ടി ക്ഷണിക്കുന്നുണ്ട്. കർണൻ കുന്തിയുടെ പുത്രനാണെന്ന കാര്യം ആ ഘട്ടത്തിൽ കൃഷ്ണനാണ് വെളിപ്പെടുത്തുന്നത്. രാജകന്യാശ്ചാപ്യ ആനയന്ത്വ അവിഷേചന ഷഷ്ടേജത്വം തഥാകാലേ ദ്രൗപദ്യ ഉപഗമിഷ്യതി. മാത്രമല്ല, കൃഷ്ണൻ അങ്ങനെ കുന്തിയുടെ പുത്രനാണ് എന്ന് വന്നതുകൊണ്ട് നിനക്ക് രാജാവായിട്ട് തുടരാം, പാണ്ഡവരുടെ ജ്യേഷ്ഠനായിട്ട് ഹസ്തിനപുരത്തിന്റെ രാജാവായിട്ട് നിനക്ക് ഭരണം നടത്താം. മാത്രമല്ല, വേറെ ഒരു ഉപദേശം കൂടി, അല്ലെങ്കിൽ വേറെ ഒരു ഓഫർ കൂടി കൃഷ്ണൻ വയ്ക്കുന്നുണ്ട്. പാഞ്ചാലിയുടെ 6ാമത്തെ ഭർത്താവായിട്ട് കഴിയാം എന്നൊരു വാഗ്ദാനം കൂടി കൃഷ്ണൻ കർണന് മുമ്പിൽ വെക്കുന്നുണ്ട്. കാരണം നിലവിൽ കുന്തിയുടെ പുത്രന്മാരായിട്ടുള്ള 5 പേരുടെയും ഭാര്യയാണല്ലോ പിന്നെ പാഞ്ചാലി. അപ്പൊ പാഞ്ചാലിയുടെ ഭർത്താവ് കർണനും പാഞ്ചാലിയുടെ ഭർത്താവായിട്ട് തുടരാം, 6ാമത്തെ ഒരാളായിട്ട് കർണനും തുടരാം എന്നൊരു ഓഫർ കൃഷ്ണൻ, അത് പാണ്ഡവരോടൊന്നും ചോദിച്ചിട്ടല്ല, കൃഷ്ണൻ സ്വമേധയാ കർണൻ മുമ്പിൽ വെക്കുന്നുണ്ട്. ഷഷ്ടേജ ത്വാം തഥാകാലേ ദ്രൗപദ്യ ഉപഗമിഷ്യതി. പക്ഷെ ആ ഓഫറിനൊന്നും, ആ ഒരു വാഗ്ദാനങ്ങൾക്കൊന്നും കർണന്റെ തീരുമാനത്തെ മാറ്റാൻ സാധിക്കുന്നില്ല. കർണൻ വഴങ്ങുന്നില്ല. അർജുനൻ അവസാനം കുന്തി വളരെ ദയനീയമായിട്ട് അർജുനൻ ഒഴികെ ആരെയും വധിക്കുകയില്ല എന്നൊരു വാഗ്ദാനം കുന്തിക്ക് കർണൻ നൽകുന്നുണ്ട്. പിന്നീട് കൃഷ്ണൻ ഇതൊക്കെ പറഞ്ഞു പോയതിനു ശേഷം കുന്തി വന്നിട്ട് ഇതേ കാര്യം പറയുന്നു, നീ എൻ്റെ പുത്രനാണ്, പാണ്ഡവരുടെ പക്ഷത്തേക്ക് വരണം എന്നൊക്കെ പറയുന്നു. അതും നിരാകരിക്കുകയാണ് കർണൻ ചെയ്യുന്നത്. പക്ഷെ അമ്മയ്ക്ക് ഇങ്ങനൊരു വാഗ്ദാനം കൊടുക്കുന്നുണ്ട്. അമ്മ എന്തായാലും എല്ലാ കാലത്തും 5 പുത്രന്മാരുടെ മാതാവായിരിക്കും. ഞാൻ ജീവനോടെ ഇരുന്നാൽ ഞാനടക്കമുള്ള 5 പേരായിരിക്കും, അല്ലെങ്കിൽ അർജുനൻ അടക്കമുള്ള 5 പേരായിരിക്കും. അർജുനനെ ഒഴികെ എന്തൊക്കെ സാഹചര്യം ഒത്തു വന്നാലും യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അർജുനനെ ഒഴികെ ആരെയും വധിക്കുകയില്ല എന്നൊരു വാഗ്ദാനം കുന്തിക്ക് കൊടുക്കുന്നുണ്ട്. വിചിത്രവീര്യന്റെ മരണകാരണം ഒന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട് ഇവിടെ ഭീഷ്മര്. ഈ ദൂതിന്റെയും ദുര്യോധനോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യം കൃഷ്ണനാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. പക്ഷെ പിന്നെ അവിടെ എന്താ സംഭവിച്ചതെന്ന് ഭീഷ്മർ പറഞ്ഞു എന്നുള്ള തരത്തിലാണ് കൃഷ്ണൻ പറയുന്നത്. തതോ രാമേണ സമരേ ദ്വന്ദ്വയുദ്ധമുപാഗമം സഹി രാമഭയാത് ഏഭിർ നാഗരൈർ വിപ്രവാസിത ദാരേഷ്വ അതിപ്രസക്തശ്ച യക്ഷ്മാണം സമപദ്യത. ഉദ്യോഗപർവ്വത്തിലെ 145-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ ശ്ലോകമായിട്ട് പറയുന്നുണ്ട്. ഭീഷ്മരും പരശുരാമനുമായിട്ട് ദ്വന്ദ്വയുദ്ധം നടന്നുകൊണ്ടിരിക്കെ വിചിത്രവീരൻ ഭയന്ന് ഓടിപ്പോയി എന്നാണ് ഒരു കാര്യം പറയുന്നത്. തതോ രാമേണ സമരേ ദ്വന്ദ്വയുദ്ധമുപാഗമം സ ഹി രാമഭയാത് ഏഭിർ നാഗരൈർ വിപ്രവാസിത. രാമനെ പേടിച്ചിട്ട് പരശുരാമൻ ആക്രമിക്കും, ഭീഷ്മരെ പരാജയപ്പെടുത്തിയിട്ട് പരശുരാമൻ എന്നെയും ആക്രമിച്ചു കളയുമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം പിന്നെ നാടുവിട്ടുപോയി. പ്രജകൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. ഇക്കാരണങ്ങൾ പ്രജകളും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. അപ്പൊ അദ്ദേഹം പിന്നെ വിചിത്രവീര്യൻ ഭയന്ന് ഓടിപ്പോയപ്പോൾ നഗരത്തിലെ പ്രജകൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഭാര്യമാരുമായിട്ട് അധികം പ്രണയത്തിലായത് കാരണം അമിതമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അങ്ങനെ ക്ഷയരോഗം ബാധിച്ച് മരിക്കുകയും ചെയ്തു എന്നാണ്. അപ്പൊ അമിത ജീവിതം എന്നൊക്കെ പറയാവുന്ന ആ തരത്തിലുള്ള ഒരു രോഗം കൊണ്ടാണ് ഇദ്ദേഹം മരിച്ചതെന്ന് ഇവിടെ ഈ സന്ദർഭത്തിൽ വെച്ചിട്ട് കൃഷ്ണൻ പറയുന്നുണ്ട്. ഭീഷ്മര് സഭയിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് കൃഷ്ണൻ പിന്നീട് പാണ്ഡവരോട് ചെന്ന് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ദാരേഷു അതിപ്രസക്തശ്ച യക്ഷ്മാണം സമപദ്യത. അപ്പൊ അദ്ദേഹം കൊട്ടാരം വിട്ട് ഓടിപ്പോയി.
അത് കേട്ട് നഗരത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു, രാജാവിനെ ഉപേക്ഷിച്ചു. അങ്ങനെ അദ്ദേഹം ഭാര്യമാരുമായിട്ട് കൂടുതൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ക്ഷയം പിടിച്ചു മരിച്ചു എന്നാണ് പറയുന്നത്. പാണ്ഡവരും കൗരവരും നടത്തുന്ന യുദ്ധസന്നാഹങ്ങളെക്കുറിച്ചും യുദ്ധഭൂമിയിലേക്ക് കൊണ്ടുപോകുന്ന വസ്തുക്കളെക്കുറിച്ചുമൊക്കെ ഉദ്യോഗപർവത്തിൽ വിവരിക്കുന്നുണ്ട്. ആ വസ്തുക്കൾക്കുള്ള പ്രത്യേകത അക്കാലത്ത് നടന്നിരിക്കാനിടയില്ല. അപ്പം പാണ്ഡവരും കൗരവരും തമ്മിൽ അല്ലെങ്കിൽ പോലും മഹാഭാരത യുദ്ധം നടക്കുന്ന ഒരു കാലത്ത് ഏത് രാജാക്കന്മാർ തമ്മിൽ യുദ്ധം നടന്നാലും എന്തൊക്കെ ഉപകരണങ്ങളായിരിക്കാം അവർ ഉപയോഗിച്ചിട്ടുണ്ടാവുക, ഏതൊക്കെ ആയുധങ്ങളായിരിക്കാം അവർ പരസ്പരം പ്രയോഗിച്ചിട്ടുണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു സൂചന കിട്ടുന്നുണ്ട്. സ ധ്വജാഹ സ പതാകശ്ച സ ശരാസന തോമര രജ്ജുഭിശ്ച വിചിത്രാഭി സ പാശാഹ സ പരിസ്തരാഹ സ ഗജ ഗ്രഹവിക്ഷേപാഹ സ തൈലഗുഡവാലുകാഹ സ ആശീവിഷഘടാഹ സർവേ സസർജ രസവംസവ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൊണ്ടുപോയതായിട്ട് പറയുന്നത് യുദ്ധത്തിലേക്ക് ശത്രു സൈന്യങ്ങൾക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടി. അതിൽ വിചിത്രമായിട്ടുള്ള പലതരം കുരുക്കുകളുള്ള കയറ്, പലതരം കവചങ്ങൾ, മണല്, എണ്ണ, ശർക്കരപ്പാവ് പുരട്ടിയ മണലും എണ്ണയും ശർക്കരപ്പാവും പുരട്ടിയ മുനകൂർത്ത ചെറിയ മരക്കഷ്ണങ്ങൾ, വിഷസർപ്പങ്ങൾ, അത് വിഷസർപ്പങ്ങളെ അടങ്ങിയ മൺകുടങ്ങൾ, ഊരാക്കുടുക്ക്, തീക്കല്ല്, അസ്ത്രം മൂർച്ച കൂട്ടാനുള്ള കല്ലുകൾ, കലത്തിലാക്കിയ വിഷപ്പാമ്പുകൾ, പൊടിച്ച അരക്കും തിളപ്പിച്ച കല്ലും എണ്ണയിൽ മുക്കിയ തുണികൾ. ഇങ്ങനെ ഒരു വളരെ പ്രാകൃതമായിട്ടുള്ള ഒരു സമൂഹത്തിലെ ആളുകൾ പരസ്പരം പ്രയോഗിക്കുന്ന കല്ല്, തീയ്, പിന്നെ തുണി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഇവർ കൊണ്ടുപോകുന്നത്. സഖണ്ഡാഹ ഫലകാഹ സർവേവാസി വൃക്ഷാദനാന്വിത വ്യാഘ്രചർമ്മ പരിവാര വൃത്താശ്ച ദീപിചർമ്മഭി സവസ്ത്രയ സ ശൃംഗാശ്ച സ പ്രാസ വിവിധായുധ സ കുടാരാഹ സ കുദ്ദാലാഹ സ തൈല ക്ഷൗമസർപ്പിഷ ചിത്രാനീകാഹ സുവപുഷോ ജ്വലിതാ ഇവ പാവക. ഇങ്ങനെ മരത്തിന്റെ കഷ്ണവും വിഷസർപ്പത്തിൽ അടങ്ങിയ കുടങ്ങളും ഊരാക്കുടുക്കും തീക്കല്ലും അസ്ത്രം മൂർച്ച കൂട്ടാനുള്ള കല്ലും ഇതൊക്കെയാണ് കൊണ്ടുപോകുന്നത്. കലത്തിലാക്കിയ വിഷപ്പാമ്പിനെയും ഒക്കെയാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അസ്ത്രം മൂർച്ച കൂട്ടാനുള്ള കല്ലൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് അന്നത്തെ ആയുധം എന്തായിരുന്നു? ഇരുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഇരുമ്പ് വരച്ച് മൂർച്ച കൂട്ടാനുള്ള കല്ലാണ് ഇവർ കൊണ്ടുപോകുന്നൊക്കെ നമുക്ക് മനസ്സിലാവും. യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ദുര്യോധനൻ ഉലൂകൻ എന്ന് പറയുന്ന ഒരു കക്ഷിയെ പാണ്ഡവപക്ഷത്ത് അയച്ച് അവരെ വെല്ലുവിളിക്കുന്നുണ്ട്. അത് പിന്നെ ആ വെല്ലുവിളിയുടെ പ്രത്യേകത അതൊരു ദൂതാണ്. പക്ഷെ ആ ദൂത് എന്തിനുള്ളതാണ്? അത് പാണ്ഡവരുടെ മനോധൈര്യത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പറഞ്ഞയക്കലാണ്. അല്ലാതെ പ്രശ്നം രമ്യമായിട്ട് പരിഹരിച്ച് യുദ്ധം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. സ്വന്തം രാജ്യം നഷ്ടപ്പെട്ടിട്ടും ഭാര്യ അപമാനിക്കപ്പെട്ടിട്ടും പ്രതികരിക്കാതെ 12 വർഷം കാട്ടിൽ പോയി കഴിഞ്ഞ ഷണ്ഡത്വത്തെ കളിയാക്കുകയും ഇനിയെങ്കിലും ധീരമായിട്ട് യുദ്ധം ചെയ്യൂ എന്ന് വെല്ലുവിളിക്കുകയാണ് ദുര്യോധനൻ ചെയ്യുന്നത്. അപ്പൊ 2 തരത്തിലുള്ള കാഴ്ചപ്പാടാണ്. യുധിഷ്ഠിരന്റെ കാഴ്ചപ്പാട് ഒരു ചൂതുകളിക്കിടയിലാണെങ്കിൽ പോലും ഒരു കാര്യം വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ ആ വാഗ്ദാനം നിറവേറ്റണം. ചൂതിൽ തോൽക്കുന്നവർ 12 വർഷം കാട്ടിൽ പോയിക്കൊള്ളാം, 1 വർഷം വനവാസത്തിൽ ഇരുന്നോളാം എന്ന് പറഞ്ഞാൽ ആ സത്യം 13 വർഷം പാലിക്കുക തന്നെ വേണം. എന്നാൽ ദുര്യോധനൻ അതിനെ കാണുന്നത് മണ്ടത്തരമായിട്ടാണ്. ശക്തിയുള്ളവനാണെങ്കിൽ, കരുത്തുള്ളവനാണെങ്കിൽ ആ വാഗ്ദാനത്തെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് ശത്രുവിനോട് ഏറ്റുമുട്ടി ആയുധം കൊണ്ട് മറുപടി പറയുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭാര്യ നഷ്ടപ്പെട്ടു, രാജ്യം നഷ്ടപ്പെട്ടു, ഭാര്യ അപമാനിക്കപ്പെട്ടു, സഹോദരന്മാരെ അപമാനിക്കപ്പെട്ടു, എന്നിട്ട് ഒന്നും പ്രതികരിക്കാതെ 12 വർഷം കാട്ടിൽ പോയി കഴിഞ്ഞ 13 വർഷം കാട്ടിലും പിന്നെ 1 വർഷം 12 വർഷം കാട്ടിലും 1 വർഷം ഒഴിച്ചൊക്കെ താമസിച്ച ഈ മണ്ടന്മാര് ഇപ്പോഴെങ്കിലും യുദ്ധം ചെയ്യാൻ തയ്യാറായല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ദുര്യോധനൻ ആശ്വസിക്കുന്നത്. ദുര്യോധനൻ ഇതുവരെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട്. ദ്രുപദപുത്രനായ ശിഖണ്ഡിയുടെ കഥയ്ക്കും ഉദ്യോഗപർവത്തിൽ പുതിയൊരു വ്യാഖ്യാനം ലഭിക്കുന്നുണ്ട്. ദ്രുപദപുത്രനായ അവിടെ അദ്ദേഹം പറഞ്ഞ പുത്രനെ ആഗ്രഹിക്കുകയായിരുന്നു മാതാപിതാക്കൾ. ജനിച്ചത് പുത്രിയാണ്. മഹർഷിയുടെ വരദാനം ലഭിച്ചു പുത്രൻ ജനിക്കുമെന്ന്. പക്ഷേ പ്രസവിച്ചു നോക്കിയപ്പം പുത്രിയായിരുന്നു. അപ്പൊ രാജാവും പത്നിയും കൂടി ആളുകളോടൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ജനിച്ചിരിക്കുന്നത് പുത്രനാണ് എന്ന്. പുത്രന്റെ വേഷം ധരിപ്പിച്ചു, പുത്രനായിട്ട് വളർത്തി, പുത്രനായിട്ട് ആയുധം അഭ്യസിപ്പിച്ചു, യുദ്ധത്തിൽ പങ്കെടുപ്പിച്ചു. കാണുന്ന ആൾക്കാരുടെ മുമ്പിലൊക്കെ ഇയാള് പുത്രനായിരുന്നു, പക്ഷെ യഥാർത്ഥത്തിൽ അവൾ പുത്രിയായിരുന്നു.
എന്നിട്ട് വിവാഹപ്രായം എത്തിയപ്പം അടുത്ത രാജാവിൻ്റെ മകളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അവൾ ആ പെൺകുട്ടിക്കും പ്രായപൂർത്തി വന്നതിന് ശേഷം അവളാണ് മനസ്സിലാക്കുന്നത് ഇയാള് പുരുഷനല്ല, പെണ്ണാണ്, സ്ത്രീയാണ്, തന്നെപ്പോലെ തന്നെ ഒരു സ്ത്രീയാണെന്ന് മനസ്സിലാക്കുന്നത്. അത് വലിയ യുദ്ധത്തിനൊക്കെ കാരണമാണ്. അപ്പോൾ ശിഖണ്ഡി എന്ന് പറയുന്നത് എങ്ങനെയാണ് ശിഖണ്ഡി ആവുന്നത്? അത് ജന്മനാ ശിഖണ്ഡി ആയതല്ല, അച്ഛനും അമ്മയും കൂടെ സമൂഹത്തിന് മുമ്പിൽ കളവ് പറയുന്നതാണ്. ആ കളവാണ് പിന്നീട് അവളെ ശിഖണ്ഡിയാക്കുന്ന അർത്ഥം. പിന്നീട് കഥയിൽ പറയുന്നത് ശിഖണ്ഡ ഒരു യക്ഷന്റെ ലിംഗം കടം വാങ്ങിയിട്ട് അവൾ തിരിച്ചു വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഭീഷ്മപർവത്തിൽ ഇരു സൈന്യവും മുഖാമുഖം നിൽക്കുന്നു. ഉദ്യോഗപർവം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഭീഷ്മപർവമാണ്. അവിടെ ഇരു സൈന്യവും യുദ്ധസജ്ജരായിട്ട് മുഖാമുഖം നിൽക്കുന്നു. അർജുനന്റെ വിഷാദം, കൃഷ്ണന്റെ ഗീതോപദേശം ഒക്കെ ഈ പർവ്വത്തിലാണ് വരുന്നത്. ആ പർവ്വത്തിന്റെ അവസാനം ഭീഷ്മർ യുദ്ധഭൂമിയിൽ പതിക്കുന്നു. ഭീഷ്മപർവ്വത്തിന്റെ അവസാനം അതാണ് സംഭവിക്കുന്നത്. ഒരർത്ഥത്തിൽ ഭീഷ്മരുടേത് ആത്മഹത്യയോ പ്രതികാരമോ ഒക്കെ ആകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഭീഷ്മർ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്, പിന്നെ തന്നെ കൊല്ലാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഭീഷ്മർ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഭീഷ്മർ തന്നെയാണ് ആയുധം എടുക്കാതെ മാറി നിൽക്കുന്നത്. അർജുനന്റെ അസ്ത്രമാണ് തന്റെ ശരീരത്തിൽ പതിക്കുന്നത്, ശിഖണ്ഡിയുടേതല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടും അർജുനനെതിരെ പ്രതികരിക്കുന്നില്ല. അപ്പൊ ദുര്യോധനോടുള്ള ദേഷ്യം കൊണ്ട്, ദുര്യോധനെ അപമാനിച്ച കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട്, എന്നാൽ തനിക്ക് രാജാവിന്റെ കുരുരാജ്യത്തിന്റെ കൗരവരുടെ പക്ഷത്ത് നിന്ന് മാറി അവരുടെ വിമതപക്ഷത്തേക്ക് ചായ്വ് കാണിക്കാനും പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നതിന് സമാനമായിട്ടാണ് ഭീഷ്മർ മരിക്കുന്നത്. അവിടെ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം, ഭീഷ്മർ മരിച്ച് എല്ലാവരും കാണാൻ വരുന്നു. കർണനടക്കം കണ്ടുപോയതിന് ശേഷം പിന്നീട് വരുന്നത് 2 വൈദ്യന്മാർ വരുന്നുണ്ട് എന്നതാണ്. ഉപാദിഷ്ടൻ അധോ വൈദ്യാഹ ശല്യോദ്ധാരണ കോവിതാഹ. ആ വന്ന ആൾക്കാർ ശല്യോദ്ധാരണ കോവിതന്മാരായിരുന്നു, സർജറി നടത്തുന്ന ഇതൊക്കെയുള്ളവരായിരുന്നു. മാത്രമല്ല അവർ വന്നിരുന്നത് സർവോ ഉപകരണയുക്താഹ. ഈ സർജറി നടത്തിയ അസ്ത്രം പുറത്തെടുക്കാനുള്ള അല്ലെങ്കിൽ ആയുധം പുറത്തെടുക്കാനുള്ള എല്ലാ ഉപകരണങ്ങളോടും കൂടിയായിരുന്നു അവർ വന്നത്. കുശലാസ്തേ, അവർ കുശലന്മാരായിരുന്നു, മിടുക്കന്മാരായിരുന്നു. ആ കാര്യത്തിൽ സുശിക്ഷിതാഹ, നല്ല പരിശീലനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലെ ആ വൈദ്യന്മാർക്കുള്ള ഒരു പരിശീലന സമ്പ്രദായം, ഒരു ചികിത്സാ സമ്പ്രദായത്തിന്റെ ഒരു ഉന്നതമായിട്ടുള്ള ഒരു അവസ്ഥ ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കും. ഭീഷ്മർ അവരോട് പറഞ്ഞു, എനിക്ക് സർജറി നടത്തി ആയുധം പുറത്തെടുക്കേണ്ട, ശല്യക്രിയയിലൂടെ ആയുധം പുറത്തെടുത്ത് ചികിത്സിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു, അതിനേക്കാൾ ആഴത്തിൽ മുറിവ് പറ്റിയിട്ടുണ്ട്, മരണം മാത്രമേ ഇനി വഴിയുള്ളൂ എന്ന് പറഞ്ഞ് ദുര്യോധനോട് ഈ വൈദ്യന്മാർക്ക് പ്രതിഫലം കൊടുത്ത് അവരെ പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. അഭിമന്യു പത്മവ്യൂഹത്തിൽ അകപ്പെടുന്നതും വധിക്കപ്പെടുന്നതും, തുടർന്ന് അർജുനൻ ജയദ്രഥനെ വധിച്ചുകൊണ്ട് പകരം വീട്ടുന്നതും, അശ്വത്ഥാമാവ് വധിക്കപ്പെട്ടു എന്ന് കളവ് പറഞ്ഞുകൊണ്ട് ദ്രോണരെ വധിക്കുന്നതുമൊക്കെ അടുത്ത പർവ്വത്തിലാണ്, ദ്രോണപർവ്വത്തിൽ ആണ് സംഭവിക്കുന്നത്. പിന്നീട് വരുന്ന കർണപർവ്വത്തിലെ ഏറ്റവും വലിയ സംഘർഷം നടക്കുന്നത് പാണ്ഡവരുമായിട്ടുള്ള യുദ്ധത്തിലല്ല, കർണന്റെ തേരാളിയായ ശല്യരുമായിട്ടുള്ളൊരു വാദപ്രതിവാദത്തിലാണ്. അപ്പോൾ കർണൻ യുദ്ധത്തിന് വരുന്ന സമയത്ത് നേരത്തെ ഒരു കഥ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശല്യരും പാണ്ഡവരെ സഹായിക്കാനാണ് വന്നത്. പക്ഷേ ഒരു തന്ത്രത്തിലൂടെ ദുര്യോധനൻ ശല്യരെ സ്വന്തം പക്ഷത്തേക്ക് മാറ്റി. ശല്യരെ ഉടനെ തന്നെ യുധിഷ്ഠിരനെ വന്ന് കണ്ടു, വിവരം പറഞ്ഞു, ഞാനിങ്ങനെ പെട്ടുപോയിട്ടുണ്ട്, വാഗ്ദാനം ചെയ്തു പോയി, ദുര്യോധനൻ എൻ്റെ പക്ഷത്ത് നിൽക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്, പ്രതിജ്ഞാബദ്ധനാണ്. അപ്പോൾ ദുര്യോധനൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ അവിടെ നിന്നോട് യുദ്ധം ചെയ്തോളൂ, പക്ഷേ എനിക്ക് ഒരു ചെറിയ സഹായം ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ കർണൻ യുദ്ധം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും താങ്കളായിരിക്കും തേരാളിയായിട്ടുണ്ടാവുക. അർജുനന്റെ തേരാളി കൃഷ്ണനായതുകൊണ്ട് തന്നെ കർണന്റെ തേരാളി അതേപോലെ പ്രാവീണ്യമുള്ള ഒരാളെന്നുള്ള തലക്ക് താങ്കളാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ കർണന്റെ മനോവീര്യം തകർക്കുന്ന തരത്തിൽ നിങ്ങൾ സംസാരിക്കണം. അങ്ങനെ മനോവീര്യം തകർന്ന കർണനെ വധിക്കാൻ എളുപ്പമായിരിക്കും എന്നാണ് യുധിഷ്ഠിരൻ പറഞ്ഞിട്ട് ഒരു കാര്യം ഉറപ്പിക്കുന്നത്. പക്ഷെ ആ സന്ദർഭത്തിൽ അത് തുടങ്ങി വെക്കുന്ന അങ്ങനെയാണ്, ശല്യരാണ് തുടങ്ങി വെക്കുന്നത്, കർണനെ അധിക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിന് മറുപടി പറയുന്ന തരത്തിൽ ഒരുപക്ഷെ ശല്യർ കർണനെ അധിക്ഷേപിക്കുന്നതിനെക്കാട്ടും വളരെ മോശമായിട്ടുള്ള ഭാഷയിലും അതിനിശിതമായിട്ടും കർണൻ ശല്യരെ അധിക്ഷേപിക്കുന്നുണ്ട്. ശല്യരെ മാത്രമല്ല, ശല്യർ ഉൾപ്പെട്ട ബാഹ്ലീക വംശത്തെ ഒന്നാകെ അധിക്ഷേപിക്കുകയും വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയും അനാര്യന്മാരെന്നും യാതൊരു ധാർമ്മിക വ്യവസ്ഥയില്ലാത്തവരാണെന്നും അവിടെയുള്ള സ്ത്രീകൾ ശുദ്ധിയില്ലാത്തവരാണെന്നും അവർ തോന്നിയ ആൾ പോലെ നടക്കുന്നവരാണെന്നും ഇങ്ങനെ എല്ലാ തരത്തിലുള്ള അധിക്ഷേപവും
ഈ ബാക്ലീക വംശത്തിൻ്റെ ശല്യരുടെ രാജ്യം ആയിട്ടുള്ള ആ രാജ്യത്തിലെ ആളുകൾക്കെതിരെയുള്ള ഒരു അധിക്ഷേപമായിട്ട് പറയുന്നുണ്ട്. മറുപടിയായി കർണൻ പറയുന്ന വാക്കുകൾ ബാക്ലീകന്മാർ എന്നൊരു വംശത്തെ ആകെ അപമാനിക്കുന്നതും ആര്യന്മാരിൽ നിന്ന് അവരെ മാറ്റി നിർത്തുന്നതുമാണ്. ബാക്ലീകന്മാരിൽപ്പെട്ട സ്ത്രീകളുടെ മദ്യപാനശീലം, അവരുടെ സ്വതന്ത്രമായ ലൈംഗിക വീഴ്ച, അസമയത്ത് പുറത്തിറങ്ങി നടക്കൽ, അപരിചിതരുമായിട്ട് സ്വതന്ത്രമായി ഇടപെടുന്ന ശീലം തുടങ്ങി സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ വശങ്ങളും കർണന്റെ അഥവാ മഹാഭാരത കർത്താവിന്റെ വിമർശനങ്ങൾക്ക് പാത്രമാകുന്നുണ്ട് ഇവിടെ. സ്ത്രീയോ ബാലാശ്ച വൃദ്ധാശ്ച പ്രായഃ ക്രീഡാഗതാജനാഃ യാ ഗാഥാഃ സംപ്രഗായന്തി കുർവന്തോ അധ്യയനം യഥാ താ ഗാഥാഃ ശൃണു മേ ശല്യ മദ്രകേഷു ദുരാത്മസു. മാദ്രം എന്ന് പറയുന്ന രാജ്യമാണ് ഈ ബാക്ലീകന്മാരുടെ രാജ്യം. മാദ്രത്തിലെ രാജാവാണ് ഈ ശല്യര്. മാദ്രദേശത്തുള്ളവർ ദുരാത്മാക്കളാണ് എന്ന കാര്യം സ്ത്രീകളും പുരുഷന്മാരും ബാലന്മാരും ബ്രാഹ്മണന്മാരുമായിട്ടുള്ള എല്ലാ ആളുകളും അവർക്ക് അറിയുന്നതാണ്. അവരൊക്കെ എന്നോട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു എന്ന് കർണൻ പറയുന്നുണ്ട്. അവരൊരുപോലെ ആവർത്തിക്കുന്നു എന്നാണ് കർണൻ ആരോപിക്കുന്നത്. മരിച്ചു വീണിട്ടും ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന കർണനെ അവതരിപ്പിച്ചുകൊണ്ടാണ് കർണപർവം പിന്നീട് അവസാനിക്കുന്നത്. കർണന്റെ മരണത്തോടു കൂടിയാണ്. ശകുനിയുടെ മരണവും ദുര്യോധനന്റെ ഊരുഭംഗവും ശല്യരുടെ മരണവും ഒക്കെ നടക്കുന്നത് പിന്നീട് വന്ന ശല്യപർവത്തിലാണ്. കർണൻ മരിച്ചതിന് ശേഷമാണ് ശല്യര് സേനാധിപതിയാവുന്നത്, ശല്യപർവത്തിലാണ്. ദുര്യോധന സുഹൃത്തായ ചാർവാകനെ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പർവ്വത്തിൽ. ബലരാമന്റെ നേതൃത്വത്തിൽ പലായനം ചെയ്യുന്ന കൃഷിക്കാരെ കുറിച്ചുള്ള വിശദാംശങ്ങളും ഇതിൽ ലഭിക്കുന്നു. അവര് നേരത്തെ പറഞ്ഞതുപോലെ കൃഷിക്കാർ ഒരുമിച്ച് ഒരു രാജ്യം വിട്ടു പോകുന്നത് പോലെ കച്ചവടത്തിനുള്ള സാധനങ്ങൾ, കുതിര, രഥത്തിൽ നിറയെ വസ്തുക്കൾ, ഇതൊക്കെയായിട്ട് പോകുന്ന സ്ഥലത്തൊക്കെ അവർക്ക് അങ്ങാടികൾ കെട്ടാനും വിപണനം നടത്താനും ഒക്കെ കഴിയുന്ന തരത്തിലാണ് ഈ വൈശ്യന്മാരുടെ കൂട്ടം അവിടുന്ന് പലായനം ചെയ്യുന്നത്. സൗപ്തിക പർവം കടുത്ത പ്രതികാരത്തിന്റെ ഒരു പർവം കൂടിയാണ്. ദുര്യോധനൻ മരിച്ചു. ദുര്യോധനെ ഊരുഭംഗം, തുടകൾക്ക് ഇടയിൽ തുടയിൽ അടിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത തരത്തിൽ നിയമം ലംഘിച്ചുകൊണ്ടാണ് ഭീമസേനൻ കൊല്ലുന്നത്. മരിക്കുന്നില്ല, അവിടെ തുട തകർന്ന് യുദ്ധഭൂമിയിൽ കിടക്കുകയാണ്. ആ കിടക്കുന്ന ദിവസം രാത്രി അശ്വത്ഥാമാവും കൃതവർമ്മനും കൃപാചാര്യരും കൂടി ദുര്യോധനെ കാണുമ്പോൾ പ്രതികാരം ചെയ്യാൻ ഉള്ള ഒരു വാഗ്ദാനം അവര് ദുര്യോധന് നൽകുന്നുണ്ട്. ആ പ്രതികാരമാണ് പിന്നീട് സൗപ്തിക പർവത്തിൽ നടപ്പിലാക്കുന്നത്. സുപ്തികം എന്ന് പറഞ്ഞ ഉറക്കത്തിലാണ്, ഉറങ്ങുന്നൊരു അവസ്ഥയാണ്. ആ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പാണ്ഡവരുടെ ശിബിരത്തിൽ കടന്നു കയറി അവിടെയുള്ള മുഴുവൻ ആളുകളെയും യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ കൊന്നൊടുക്കുകയും പലരെയും ആയുധം കൊണ്ട് കൊന്നാൽ സ്വർഗത്തിലെത്തിപ്പോകുമെന്ന് പേടിച്ചിട്ട്, അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ച് കാലുകൊണ്ട് ചവിട്ടി കഴുത്ത് ഞെരിച്ചിട്ട് അങ്ങനെയൊക്കെ അതിക്രൂരമായിട്ടാണ് വധിക്കുന്നത്. അശ്വത്ഥാമാവും കൃപാചാര്യരും കൃതവർമ്മനും ചേർന്ന് അർദ്ധരാത്രി പാണ്ഡവ ശിബിരത്തിൽ ഒളിച്ചു കയറിയിട്ട് അവിടെ കിടന്നുറങ്ങുന്ന മുഴുവൻ പേരെയും, യുദ്ധം ഏകദേശം അവസാനിച്ചിരിക്കുന്നു, അപ്പോൾ പാണ്ഡവർ ജയിച്ചിരിക്കുന്നു, കൗരവർ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടിരിക്കുന്നു, കൗരവപക്ഷം. അവസാനം ഉണ്ടായിരുന്ന ദുര്യോധനൻ മരിച്ചിരിക്കുന്നു. ഇനി ആ പക്ഷത്താകെ 3 പേരാണുള്ളത്. കൃപാചാര്യരും അശ്വത്ഥാമാവും കൃതവർമ്മൻ എന്ന് പറയുന്ന യാദവൻ, അതായത് കൃഷ്ണന്റെ ശിഷ്യനും കുടുംബക്കാരനും ഒക്കെ ആയിട്ടുള്ള കൃതവർമ്മനാണ്. ആ 3 പേര് മാത്രമേ ഉള്ളൂ. അവരാണ് പിന്നീട് ഈ ക്രൂരത അല്ലെങ്കിൽ ഈ കൊടും ചതി കാണിക്കുന്നത്. അശ്വത്ഥാമാവും അർജുനനും ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുകയും ഉത്തരയുടെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞ് ബ്രഹ്മാസ്ത്രത്തിന് ലക്ഷ്യമാവുകയൊക്കെ ചെയ്യുന്നത് സൗപ്തിക പർവ്വത്തിലാണ്. ഒരു ആൽമരത്തിൽ വിശ്രമിക്കാൻ എത്തിയിരുന്ന കാക്കകളെയും മൂങ്ങകളെയും ബിംബമാക്കിയാണ് പാതിരാത്രിയിൽ പാണ്ഡവ ശിബിരത്തിൽ അതിക്രമിച്ച് കയറി അവിടെ കിടന്നുറങ്ങുന്ന മനുഷ്യന്മാരെ കൊല്ലാം, അതിൽ തെറ്റില്ല എന്ന് സ്ഥാപിക്കുന്നത്. കഥയിൽ സൂചന ശത്രുക്കൾ എണ്ണത്തിൽ കൂടുതലും കരുത്തരുമാണെങ്കിൽ എങ്ങനെയാണ് പ്രതികാരം ചെയ്യേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഈ മൂങ്ങകളുടെയും കാക്കകളുടെയും കഥകളിലൂടെ എന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ ധർമ്മപക്ഷത്തുള്ള പാണ്ഡവരെ ശത്രുവായി കണക്കാക്കുകയും അധർമ്മപക്ഷത്തുള്ള കൗരവർക്ക് വിജയമാർഗം ഉപദേശിക്കുകയുമാണ് മഹാഭാരതം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ, ഈ ഒരു സന്ദർഭത്തിൽ ചെയ്യുന്നത്. ഇങ്ങനെയൊരു ദുരന്തം സംഭവിക്കാനിടയുണ്ട് എന്ന് മുൻകൂട്ടി സൂചന ലഭിച്ച കൃഷ്ണൻ കൗരവ സഭയിൽ അദ്ദേഹം ധൃതരാഷ്ട്രവും വേദവ്യാസനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തോ അപകടം സംഭവിക്കാനുണ്ടെന്ന് മുൻകൂട്ടി വിവരം കിട്ടിയതിനെ തുടർന്ന് അദ്ദേഹം അവിടുത്തെ സംഭാഷണം അവസാനിപ്പിച്ച് തിരിച്ച് ശിബിരത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. പക്ഷെ ശിബിരത്തിൽ ചെന്നിട്ട് ഈ പാണ്ഡവപക്ഷത്തുള്ള പടയാളികളെ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അപകടം സംഭവിക്കാനിരിക്കുന്നു എന്ന് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാനോ
അത്തരം ഒരു മുന്നറിയിപ്പ് യുധിഷ്ഠിരനും അർജുനനും ഭീമനും അടക്കമുള്ള പാണ്ഡവർക്ക് കൊടുക്കാനും അല്ല കൃഷ്ണൻ മുതിരുന്നത്. ഇവരോട് യാതൊരു വാക്കും അക്ഷരം പോലും പറയാതെ പാണ്ഡവപക്ഷത്തുള്ള 5 പേരെ, യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, ഇവരെ 5 പേരെയും ആ ശിബിരത്തിൽ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും, അങ്ങനെ രാത്രി അശ്വത്ഥാമാവും സംഘവും വരുമ്പോൾ കൊല്ലാൻ വേണ്ടി പാണ്ഡവപക്ഷത്തെ ഒന്നാകെ വിട്ടുകൊടുക്കുകയുമാണ് കൃഷ്ണൻ ചെയ്യുന്നത് എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. മാത്രമല്ല, കൂട്ടക്കൽ ചെയ്യുന്നത് അശ്വത്ഥാമാവും കൃപാചാര്യനും കൃതവർമ്മനും ചേർന്നാണ്. കൃതവർമ്മൻ കൃഷ്ണന്റെ ബന്ധുവായിരുന്നു, ശിഷ്യനുമായിരുന്നു, അനുയായി കൂടിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാണ്ഡവരുടെ പുത്രന്മാരും ഹസ്തിനപുരത്തിന്റെ അവകാശികളുമായ രാജകുമാരന്മാരെ രക്ഷപ്പെടുത്താൻ പോലും കൃഷ്ണൻ ഒന്നും ചെയ്യുന്നില്ല. അപകടത്തെക്കുറിച്ച് പാണ്ഡവർക്ക് മുന്നറിയിപ്പ് നൽകുക പോലും ചെയ്യുന്നില്ല എന്ന കാര്യം ഇവിടെ ശ്രദ്ധേയമാണ്. ഏറെ വർഷങ്ങൾക്ക് ശേഷം യാദവ കുലത്തിന്റെ കലഹം ഉണ്ടാകുമ്പോൾ നശിക്കാനാവുന്ന സമയത്താണ് ഈ വിവരം, അത് പറഞ്ഞിട്ടാണ് ഇവർ യാദവന്മാര് കൃതവർമ്മനും സാത്വികിയും ഒക്കെ തമ്മിൽ കലഹിക്കുന്നതും. അങ്ങനെ ആ അടിയാണ് പിന്നീട് യാദവ വംശത്തിന്റെ നാശത്തിലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പൊ സർവനാശത്തിന്, ഈ ലോകത്തിന്റെ തന്നെ സർവനാശത്തിന് കാരണക്കാരൻ നീയാണ് എന്ന് കൃഷ്ണനെ ചൂണ്ടി ഗാന്ധാരി പറയുകയും അവിടെയാണ് ഗാന്ധാരി കൃഷ്ണനെ ശപിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു കാരണം കൊണ്ടാണ് ഗാന്ധാരി അങ്ങനെ ചെയ്യുന്നത്. അശ്വത്ഥാമാവിന്റെ ശിരസിലെ ചൂടാമണി പിഴുതെടുക്കുകയും ആ മുറിവിലെ പഴുപ്പും വേദനയും സഹിച്ചുകൊണ്ട് 3000 വർഷം ജീവിച്ചിരിക്കും എന്ന ശാപം ഏറ്റുവാങ്ങുകയൊക്കെ ചെയ്യുന്നത് ഈ പർവ്വത്തിലാണ്. മുടിക്കെട്ടഴിഞ്ഞ് ആഭരണങ്ങൾ നഷ്ടപ്പെട്ട് ഏകവസ്ത്രം മാത്രം ധരിച്ച് അനാഥകളെപ്പോലെ വീട്ടിൽ നിന്ന് ഓടി പുറത്തു വരുന്ന സ്ത്രീകളുടെ കൂട്ടക്കരച്ചിലാണ് സ്ത്രീപർവ്വത്തിൽ നമ്മൾ കാണുന്നത്. പാണ്ഡവപക്ഷത്തും കൗരവപക്ഷത്തുമായിട്ട് ഉണ്ടായിരുന്ന യുവാക്കളും ചെറുപ്പക്കാരുമായിട്ടുള്ള മുഴുവൻ മനുഷ്യരും മരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് വൃദ്ധരും ബാലന്മാരും സ്ത്രീകളും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ യുദ്ധം കഴിഞ്ഞപ്പം എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ വീട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി വരുന്ന സ്ത്രീകളുടെ കൂട്ടം, ആ കൂട്ടം കുറ്റപ്പെടുത്തുന്നത് ദുര്യോധനനെ ആയിരുന്നില്ല, ദുശാസനനെ ആയിരുന്നില്ല, കർണനെ ആയിരുന്നില്ല. യുദ്ധത്തിന് കാരണക്കാരെന്ന് പാണ്ഡവപക്ഷം വിചാരിക്കുന്ന കൗരവരെ ആരെയുമായിരുന്നില്ല. സ്ത്രീകൾ കുറ്റപ്പെടുത്തിയത് യുധിഷ്ഠിരനെ ആയിരുന്നു. പുതിയ രാജാവിനെയാണ് സ്ത്രീകൾ കുറ്റപ്പെടുത്തുന്നത്. ഇത്രയും ക്രൂരമായിട്ടുള്ള, ഇത്രയും ഘോരമായിട്ടുള്ള യുദ്ധം നടത്തി എല്ലാവരെയും കൊന്നൊടുക്കി അധികാരത്തിൽ എത്തിയ പുതിയ രാജാവിനെയാണ് സ്ത്രീകൾ ചോദ്യം ചെയ്യുന്നതും അവർ കുറ്റപ്പെടുത്തുന്നു. അല്ലയോ ധർമ്മപുത്രരെ, പിതാക്കളെയും ഭ്രാതാക്കളെയും ഗുരുനാഥന്മാരെയും പുത്രന്മാരെയും സഖികളെയും കൊല ചെയ്യാൻ കാരണക്കാരനായ താങ്കൾക്ക് എവിടെയാണ് ധർമ്മജ്ഞത? എവിടെയാണ് അങ്ങയുടെ സത്യനിഷ്ഠയും ദീനാനുകമ്പയും എന്ന് ആ സ്ത്രീകൾ കുറ്റപ്പെടുത്തുന്നത്? അത് വിജയിച്ചു നിൽക്കുന്ന യുധിഷ്ഠിരനെയും പാണ്ഡവരെയുമാണ്, പരാജയപ്പെട്ട് മരിച്ചുപോയ ദുര്യോധനനെ അല്ല എന്നർത്ഥം. ഭീമനാണ് തൻ്റെ എല്ലാ പുത്രന്മാരെയും വധിച്ചത് എന്ന് ധൃതരാഷ്ട്രക്ക് അറിയാമായിരുന്നു. ധൃതരാഷ്ട്രത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഗാന്ധാരിക്കും അറിയാമായിരുന്നു. മാത്രമല്ല, ഒരിക്കലും പ്രവർത്തിക്കാൻ പാടില്ലാത്ത രീതിയിൽ ചതിയിലൂടെയാണ്, നിയമം ലംഘിച്ചാണ് ദുര്യോധനനെ ഭീമൻ വധിച്ചത് എന്ന് അറിയാമായിരുന്നു. ആ യുദ്ധത്തിന് മാത്രം, ബാക്കി ഒരു യുദ്ധത്തിലും കാണാൻ നിന്നില്ലെങ്കിൽ പോലും നാട് വിട്ടുപോയ ബലരാമനും തൻ്റെ ശിഷ്യന്മാരാണ്. ഭീമനും ബലരാമന്റെ ശിഷ്യനാണ്, ദുര്യോധനനും ബലരാമന്റെ ശിഷ്യനാണ്. അപ്പൊ തൻ്റെ ശിഷ്യന്മാർ തമ്മിൽ ഏറ്റുമുട്ടുന്നത് കാണണം എന്നുള്ള തരത്തിൽ ബലരാമനും വന്നിട്ടുണ്ടായിരുന്നു. ഭീമന്റെ അധർമ്മ പ്രവൃത്തി കണ്ട് ബലരാമന് ദേഷ്യം പിടിക്കുന്നുണ്ട്. പക്ഷെ കൃഷ്ണൻ ഭീമനെ സഹായിക്കാനുണ്ടാവുമെന്ന് അറിഞ്ഞിട്ട് ബലരാമനോടൊന്നും പറയാതെ ഇറങ്ങിപ്പോയി കളയാണ്. യുദ്ധഭൂമി തന്നെ ഉപേക്ഷിച്ച് പോയി കളയുന്നുണ്ട് ബലരാമൻ. അപ്പൊ ഈ ഒരു പക, തൻ്റെ എല്ലാ പുത്രന്മാരെയും സ്വന്തം കൈകൊണ്ട് ഞെരിച്ചു കൊന്നത് ഭീമനാണ് എന്നറിയാവുന്ന ധൃതരാഷ്ട്രർ പക വീട്ടാനിടയുണ്ട് എന്ന് മനസ്സിലാക്കി അവസാനം ധൃതരാഷ്ട്രരെ ആലിംഗനം ചെയ്യാൻ വേണ്ടിയിട്ട്, ആശീർവാദം വാങ്ങിക്കാൻ വേണ്ടി എല്ലാ ആളുകളും പോകുമ്പോൾ, യുധിഷ്ഠിരനും അർജുനനും നകുലനും സഹദേവനും ഒക്കെ പോകുമ്പോൾ ഭീമൻ ധൃതരാഷ്ട്രയുടെ ആലിംഗനത്തിന്റെ കയ്യിലേക്ക് ഒതുങ്ങിക്കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഭീമനെ മാറ്റി പകരം അത്രയും വലുപ്പത്തിലുള്ള ഒരു ഇരുമ്പിന്റെ പ്രതിമ ധൃതരാഷ്ട്രയുടെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ധൃതരാഷ്ട്ര അന്ധനായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഭീമനാണ് തൻ്റെ മാറോട് ചേർന്ന് നിൽക്കുന്നത് എന്ന് വിചാരിച്ച് ശക്തിയായി കെട്ടിപ്പുണർന്ന് ആ ഇരുമ്പിന്റെ പ്രതിമ പൊടിയായിട്ട് പൊടിഞ്ഞു പോകുന്നുണ്ട്. ഭീമനെ കൊല്ലാൻ വേണ്ടി തന്നെ ധൃതരാഷ്ട്ര ഉദ്ദേശിച്ചിരുന്നു എന്ന് അർത്ഥം. അങ്ങനെ ഭീമൻ അല്ല വധിക്കപ്പെട്ടത്,
ലോഹപ്രതിമയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ധൃതരാഷ്ട്രവും പറയുന്നുണ്ട്. എനിക്ക് സത്യത്തിൽ അങ്ങനെ ഒരു പക തോന്നിയിരുന്നു എന്ന് തിരിച്ചു പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആ പർവ്വത്തിൻ്റെ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം കർണൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നു എന്നാണ്. പാണ്ഡവരടക്കം കർണനെ ജ്യേഷ്ഠനായി സ്വീകരിച്ചുകൊണ്ട് പാണ്ഡവർ കർണൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. കുരുക്ഷേത്ര യുദ്ധത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും കഥയിലെ യോജിക്കാത്ത കണ്ണികളെ തത്വചിന്താപരമായും ധാർമ്മികമായും ഒക്കെ യോജിപ്പിക്കാനുള്ള ശ്രമങ്ങളുമാണ് പിന്നീട് 12ാമത്തെ പർവ്വമായിട്ടുള്ള ശാന്തി പർവ്വത്തിൽ നടക്കുന്നത്. ശാന്തി പർവ്വം മഹാഭാരതത്തിലെ ഏറ്റവും വലിയ പർവ്വവും ആണ്. അതിൽ ആ ശാന്തി പർവ്വത്തിൽ മഹാഭാരതത്തിൻ്റെ പ്രധാന കഥ, പാണ്ഡവരുടെയും കൗരവരുടെയും കഥ അല്ലെങ്കിൽ ഇക്ഷ്വാകു വംശത്തിൻ്റെ കഥ, അതേറെയൊന്നും മുന്നോട്ട് പോകുന്നില്ല. പക്ഷേ അന്നത്തെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മഹാഭാരതത്തിന് ശേഷം പിൽക്കാലത്ത് കൂട്ടിച്ചേർന്നിട്ടാണെങ്കിൽ ആ പിൽക്കാലത്ത് കൂട്ടിച്ചേർത്ത സാമൂഹ്യ നീതിയെക്കുറിച്ചുള്ള ധാരണകൾ എന്തുകൊണ്ട് കൂട്ടിച്ചേർത്തു, ആരെ വിജയിപ്പിക്കാൻ വേണ്ടി കൂട്ടിച്ചേർത്തു, ആർക്കെതിരായിട്ട് കൂട്ടിച്ചേർത്തു, അത്തരത്തിലുള്ള കുറേ ചർച്ചകൾക്കൊക്കെ ഇടം നൽകുന്ന തരത്തിൽ വിപുലമായിട്ടുള്ള വിഷയങ്ങളാണ് ശാന്തി പർവ്വത്തിൽ വരുന്നത്. വളരെയേറെ സഹായകമാണ് ഈ തത്വചിന്തകളെ, അന്നത്തെ അക്കാലത്തെ പല തത്വചിന്തകളെയും കുറിച്ചും പഠിക്കാൻ വളരെയേറെ സഹായകമാണ് ശാന്തി പർവ്വം. അതുപോലെ സാങ്ഖ്യദർശനവും യോഗദർശനവും തമ്മിലുള്ള സംവാദം, ബുദ്ധദർശനത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ ഈ ശാന്തി പർവ്വത്തിലുണ്ട്. ബുദ്ധന്റെ കാലത്തിന് ശേഷം ഏറെ കഴിഞ്ഞാണ് ശാന്തി പർവ്വത്തിലെ പല ഭാഗങ്ങളും മഹാഭാരതത്തിന്റെ ഭാഗമായത് എന്ന് കരുതാൻ ന്യായം ഏറെയുണ്ട്. BC 3-ാം നൂറ്റാണ്ടിൽ മൗര്യ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്ന അശോകനെ കുറിച്ചുള്ള പരാമർശം, അതുപോലെ ബുദ്ധമത ദർശനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വാദഗതികളും ഒക്കെ ഈ പർവ്വത്തിൽ ധാരാളമായിട്ട് കാണുന്നുണ്ട്. ബുദ്ധമതത്തിന്റെ ദർശനങ്ങളെ എതിർത്തുകൊണ്ട്, അഹിംസയെ എതിർത്തുകൊണ്ട്, അതല്ലെങ്കിൽ ആ തരത്തിലുള്ള ബ്രഹ്മചര്യത്തെ എതിർത്തുകൊണ്ട്, ബുദ്ധസന്യാസിമാരെ പോലെയുള്ള നിത്യബ്രഹ്മചര്യത്തെ എതിർത്തുകൊണ്ടൊക്കെ വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ബുദ്ധമതത്തിന്റെ പേര് പറയാതെ തന്നെ വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഈ ശാന്തി പർവ്വത്തിൽ പല ഭാഗത്തുമായിട്ട്. അപ്പം മഹാഭാരതം ഒരുപക്ഷെ ബുദ്ധൻ ജനിക്കുന്നതിന് മുമ്പേ പറഞ്ഞു തുടങ്ങിയ കഥ ആയിരിക്കാം. ആ കഥയിൽ ബുദ്ധന്റെ ശേഷവും ബുദ്ധമതം ശക്തി പ്രാപിച്ചതിന്റെ ശേഷവും കൂട്ടിച്ചേർക്കലുകൾ നടന്നിട്ടുണ്ട്. ഓരോ കൂട്ടിച്ചേർക്കലുകളും ഓരോ പ്രത്യേക കാര്യങ്ങൾ സ്ഥാപിച്ചുറപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. രാജധർമ്മ അനുശാസന പർവം എന്ന പേരിലാണ് ശാന്തി പർവ്വത്തിന്റെ ആദ്യ ഭാഗം തുടങ്ങുന്നത്. അപ്പൊ രാജധർമ്മത്തെക്കുറിച്ച് അനുശാസനം ഉപദേശിക്കാനാണ് ഈ പർവം. അത് ഭീഷ്മരുടെ ഉപദേശമായിട്ടും ആദ്യഘട്ടത്തിൽ വേദവ്യാസന്റെ ഉപദേശമായിട്ടാണ് പറയുന്നത്. പിന്നെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ കാര്യം ഉപദേശിക്കാൻ എന്നേക്കാൾ നല്ലത് ഭീഷ്മരാണ് എന്ന് പറഞ്ഞിട്ട് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരുടെ അടുത്തേക്ക് യുധിഷ്ഠിരനെ പറഞ്ഞയക്കുന്നുണ്ട് വേദവ്യാസൻ. അങ്ങനെ പിന്നെ ഭീഷ്മരാണ് പല കാര്യങ്ങളും ഉപദേശിക്കുന്നത്. ക്ഷത്രം സ്വർഗം കഥം ഗച്ഛേ, മുഴുവൻ ക്ഷത്രിയരെയും ഒരുമിച്ച് സ്വർഗത്തിലെത്തിക്കാൻ എന്താണ് മാർഗം അല്ലെങ്കിൽ എന്താണ് മോക്ഷം എന്ന ചോദ്യത്തിനുള്ള മറുപടിയായിരുന്നു കുരുക്ഷേത്ര യുദ്ധം എന്നും, അതിനു പാകത്തിൽ ഒരു കുടുംബത്തിനകത്ത് കലഹത്തിന്റെ വിത്ത് വിതയ്ക്കുന്നതിനു വേണ്ടിയായിരുന്നു കുന്തിയുടെ അവിഹിത പുത്രനായി കർണനെ സൃഷ്ടിച്ചത് എന്നൊക്കെയുള്ള തരത്തിൽ കൂടുതൽ ആത്മീയമായ ബ്രാഹ്മണവധത്തെ ന്യായീകരിക്കുന്ന തരത്തിലുള്ളതുമായ നിലപാടുകൾ ശാന്തി പർവ്വത്തിൽ പലയിടത്തും കാണാം. ഇപ്പൊ ആദ്യഘട്ടത്തിൽ ഒരു കഥ പറഞ്ഞു പോകുന്ന പോലെ ഒരു രസകരമായിട്ടുള്ള കഥയായിട്ടാണ് നമ്മൾ വായിക്കുന്നതെങ്കിൽ ആ കഥയൊക്കെ ചില ആധ്യാത്മികമായിട്ടുള്ള ചില കാര്യങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി, ഉറപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടായതാണ് എന്ന തരത്തിലുള്ള പരാമർശം ഇതിൽ കാണാം. പലയിടത്ത് കഥയിലാണെങ്കിൽ പോലും സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഈശ്വര നിശ്ചയത്തിലേക്കും വിധിയിലേക്കും ആത്യന്തികമായിട്ടൊരു മോക്ഷത്തിന്റെ ഒക്കെ ലക്ഷ്യത്തിലേക്കുമൊക്കെ അന്വയിക്കാനുള്ള പ്രവണത ഒരുപക്ഷെ മഹാഭാരതം കഥ ഉണ്ടായി നിരവധി വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം സമൂഹത്തിൽ വേരുറച്ച്. അങ്ങനെ വേരുറച്ച സമയത്ത് പഴയ കണ്ണികളെ, യോജിക്കാത്ത കണ്ണികളെയൊക്കെ യോജിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപകഥകളും സംശയത്തിനുള്ള മറുപടിയും ഒക്കെ ആയിട്ട് കൂട്ടിച്ചേർക്കൽ നടന്നിട്ടുണ്ടാവും. അതിനനുസരിച്ച് കഥാഗതിയിൽ മാറ്റവും പുതിയ വ്യാഖ്യാനങ്ങളും ഒക്കെ ആവശ്യമായി വന്നിരിക്കാം. അപ്പോൾ സമ്പത്ത് നേടുന്നതിൻ്റെയും ഭൗതികമായ സുഖസൗകര്യങ്ങളുടെയും പ്രാധാന്യം എടുത്തു പറയുന്ന ഭാഗങ്ങൾ കാണാം ശാന്തി പർവ്വത്തിൽ. വെറും ആത്മീയമായ മോക്ഷം മാത്രമല്ല എന്നർത്ഥം. സമ്പത്ത് നേടിയാൽ മാത്രമേ ഈ ലോകത്തും പരലോകത്തും ഐശ്വര്യമുണ്ടാകൂ എന്ന അർത്ഥത്തിലുള്ള ന്യായവാദങ്ങൾ വരെ ശാന്തി പർവ്വത്തിൽ വായിക്കാം. കർണൻ ദ്രോണാചാര്യരോട് ബ്രഹ്മാസ്ത്രം ആവശ്യപ്പെട്ട കഥയും ദ്രോണർ അത് നൽകാതെ ഇരുന്ന കഥയും ഒക്കെ ഈ പർവ്വത്തിൽ വരുന്നുണ്ട്. ദ്രോണർ നൽകാതിരിക്കാനുള്ള കാരണം ഒരു ശ്രേഷ്ഠ ബ്രാഹ്മണന് മാത്രമേ ബ്രഹ്മാസ്ത്രം ഉപദേശിക്കാൻ പാടുള്ളൂ എന്നാണ്. നീ ബ്രാഹ്മണനല്ലാത്തതുകൊണ്ട് എന്നെ ഉപദേശിക്കുന്നില്ല എന്നാണ് ദ്രോണർ പറയുന്നത്.
ഉടനെ കർണൻ കളവ് പറഞ്ഞ് പരശുരാമൻ എടുത്തു ചെല്ലുന്നു. താൻ ബ്രാഹ്മണനാണെന്ന് പറയുന്നു. പരശുരാമനിൽ നിന്ന് എല്ലാ വിദ്യകളും അഭ്യസിക്കുന്നു. ഒരു പ്രത്യേക ഘട്ടത്തിൽ പരശുരാമൻ സത്യം മനസ്സിലാക്കുന്നു, കർണനെ ശപിക്കുന്നു. ഈ കഥയൊക്കെ ശാന്തിപർവ്വത്തിൽ നമുക്ക് വീണ്ടും വായിക്കാം, വിശദാംശങ്ങളോടെ വായിക്കാം. കലിംഗ രാജകുമാരിയുടെ സ്വയംവരത്തിൽ പങ്കെടുത്ത രാജാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ അശോകൻ എന്ന പേര് കൂടി അവിടെ പരാമർശിക്കുന്നുണ്ട്. BC 269 മുതൽ 232 വരെയായിരുന്നു അശോക ചക്രവർത്തിയുടെ ഭരണകാലം എന്നാണ് ചരിത്രകാരന്മാർ കണക്കാക്കുന്നത്. മൗര്യവംശത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തിയായിരുന്നു അശോകൻ. അപ്പൊ ദുര്യോധനനോടൊപ്പം സ്വയംവരത്തിൽ പങ്കെടുക്കാൻ അശോകനും പോയിരുന്നതായി പറയുമ്പോൾ ഒന്നുകിൽ ആ പേരിൽ വേറെ രാജാക്കന്മാർ ഉണ്ടായിരുന്നു എന്ന് പറയാം, അതല്ലെങ്കിൽ ഈ കഥ പിൽക്കാലത്ത് മഹാഭാരതത്തോട് കൂട്ടിച്ചേർത്തതാണ് എന്ന് പറയേണ്ടി വരും. ആന്തരികമായ സംഘർഷങ്ങൾ തെറ്റല്ല എന്നും അതുവഴിയാണ് അധികാരവും സമ്പത്തും ചലിക്കുന്നത് എന്നും ഒരു തിന്മയും പ്രവർത്തിക്കാതെ അഥവാ ചൂഷണ വിമുക്തമായി സാമ്പത്തിക വളർച്ച സാധ്യമാവുകയില്ല എന്നും ശാന്തിപർവ്വത്തിൽ സ്ഥാപിക്കുന്നുണ്ട്. ഗജം വനത്തിൽ നിന്ന് മഹാഗജങ്ങളെ കൂട്ടിക്കണ്ടുവരുന്നത് പോലെ സമ്പത്ത് കൂടുതൽ സമ്പത്തിനെ സൃഷ്ടിക്കും എന്നാണ് ശാന്തിപർവ്വം പറയുന്നത്. അർജുനനിലൂടെയാണ് ഇത് സ്ഥാപിക്കുന്നത്. തനിക്ക് രാജ്യം വേണ്ട, അധികാരം വേണ്ട, ഞാൻ തപസ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും യുധിഷ്ഠിരൻ നിരാശനായിട്ട് പോകാൻ തുടങ്ങുമ്പോൾ അർജുനൻ ഉപദേശിക്കുന്നുണ്ട്. മറ്റു പലരും ഉപദേശിക്കുന്ന കൂട്ടത്തിൽ അർജുനൻ ഉപദേശിക്കുകയാണ്. അപ്പോൾ ആത്മീയതയും തത്വചിന്തയും ധാർമ്മിക ബോധവും മാത്രമല്ല, മത്സരാധിഷ്ഠിതമായ ഒരു സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കൂടി ഇവിടെ ശാന്തിപർവ്വത്തിൽ വരുന്നുണ്ടെന്ന് കാണാം. പ്രാണസ്യാന്നമിതം സർവം ഇതിവൈ കവയോ വിദു സ്ഥാവരം ജംഗമം ചൈവ സർവം പ്രാണസ്യ ഭോജനം ആദദാനസ്യ ചേത് രാജ്യം യേ കേചിത് പരിബന്ധിന ഹന്തവ്യാസ്ത ഇതി പ്രജ്ഞ ക്ഷത്രധർമ്മവിദോ വിദു. ഈ കാണുന്നത് മുഴുവൻ പ്രാണികൾക്കുള്ള അന്നമാണ്. സ്ഥാവരവും ജംഗമവുമായ സർവ വസ്തുക്കളും പ്രാണികൾക്കുള്ള ഭോജനമാണ്. രാജ്യത്തിന്റെ പരമാധികാരത്തിന് മുന്നിൽ ആരു തന്നെ തടസ്സം സൃഷ്ടിച്ചാലും അവരെ വധിക്കേണ്ടതാണ് എന്നും സ്ഥാപിക്കുന്നുണ്ട് ശാന്തിപർവ്വം. കാട്ടിൽ പോയി തപസ്സിരിക്കുന്നതിനെയും സന്യാസത്തെയും വിരക്തിയെയും ഒക്കെ അതിലൊക്കെ അമിതമായിട്ട് അഭിരമിക്കുന്നതിനെ കണക്കിന് കളിയാക്കുന്നുണ്ട് ശാന്തിപർവ്വം. അപ്പൊ എല്ലാവരും പോയിട്ട് സന്യസിച്ച് കളയാം എന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമാണോ? എല്ലാവരും നാട് വിട്ട് കാട്ടിലേക്ക് അങ്ങോട്ട് പോവാം, എന്നിട്ട് ആശ്രമം കെട്ടി സന്യസിച്ച് കളയാമെന്ന് വിചാരിച്ചാലോ? അതിനെ കണക്കിന് കളിയാക്കുന്നുണ്ട്. നേമേ മൃഗ സ്വർഗജിതോ ന വരാഹ ന പക്ഷിണ അധൈതേന പ്രകാരേണ പുണ്യമാകുർണതാം ജനാഹ യദി സന്യാസത സിദ്ധിം രാജൻ കശ്ചിൻ അവാപ്നുയത് പർവ്വതാസ്ത ദ്രുമാശ്ചൈവ ക്ഷിപ്രം സിദ്ധിം അവാപ്നുയ. ശാന്തപർവ്വത്തിലെ 10ാമത്തെ അധ്യായത്തിൽ 23ാമത്തെ ശ്ലോകം. കാട്ടിൽ തന്നെ കഴിഞ്ഞിട്ടും മൃഗങ്ങൾക്കോ വരാഹങ്ങൾക്കോ പക്ഷികൾക്കോ മോക്ഷം ലഭിക്കുന്നില്ല. കാട്ടിൽ തന്നെയാണ് അവർ കഴിയുന്നത്. മനുഷ്യൻ കാട്ടിൽ പോകുന്ന പോലെ അവർ കാട്ടിൽ തന്നെയാണ് കഴിയുന്നത്. അവർ വേറെ ആരും ഉപദ്രവിക്കുന്നൊന്നുമില്ല. പക്ഷെ അവരാരും മോക്ഷം കിട്ടി സ്വർഗത്തിൽ പോയതായിട്ട് കേട്ടിട്ടില്ല. ഒന്നിലും ആഗ്രഹമില്ലാതെയും വികാരങ്ങൾക്കൊന്നും അടിപ്പെടാതെയും പരിവ്രാജക ഭാവത്തിൽ കഴിഞ്ഞാലോ എല്ലാവർക്കും മോക്ഷം കിട്ടുമോ? അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ആർക്കാണ് ആദ്യം കിട്ടേണ്ടത്? പർവ്വതങ്ങളും മരങ്ങളുമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സിദ്ധി കൈവരിക്കുമായിരുന്നു. കാരണം അവ ആരെയും ഉപദ്രവിക്കുന്നില്ല, ഒന്നിലും ഇടപെടുന്നില്ല, ഒന്നും മോഹിക്കാറില്ല. ഇങ്ങനെ ഈ വാദങ്ങളൊക്കെ ഉന്നയിക്കുമ്പം ഭൗതികമായ ജീവിതത്തിന്റെ പ്രാധാന്യത്തിൽ ഊന്നുകയാണ് മഹാഭാരതം. ആത്മീയമായ ഒരു ജീവിതത്തെ വശങ്ങളിലേക്ക് തട്ടി മാറ്റിക്കൊണ്ട് അതിനേക്കാൾ പ്രാധാന്യം ഭൗതികമായ ജീവിതത്തിനുണ്ട് എന്ന് സ്ഥാപിക്കുകയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അത് ബുദ്ധമതത്തിന്റെ സന്യാസ ജീവിതത്തോടുള്ള ഒരു വിരക്തിയും അതിനെതിരെയുള്ള വാദമുഖങ്ങളുമാണ് ഈ ഉന്നയിക്കുന്നതെന്ന് പറയാം. ദണ്ഡനീതി അഥവാ തെറ്റു ചെയ്യുന്നവരെ ശിക്ഷിക്കുന്ന സമ്പ്രദായം അല്ലെങ്കിൽ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥ, അതാണ് മനുഷ്യരെ മര്യാദ പഠിപ്പിക്കുന്നത് എന്നൊരു വാദം ഈ പർവ്വത്തിൽ ശാന്തിപർവ്വത്തിൽ വരുന്നുണ്ട്. ദണ്ഡ സാസ്തി പ്രജാഹ സർവദണ്ഡ ഏവാഭിരക്ഷതി ദണ്ഡ സുപ്തേഷു ജാഗർത്തി ദണ്ഡം ധർമ്മം വിദുർബുദ്ധ ധർമ്മം സംരക്ഷതേ ദണ്ഡസ്തോ അർത്ഥം നരാധിപ കാമം സംരക്ഷതേ ദണ്ഡസ്ത്രിവർഗോ ദണ്ഡ ഉച്യതേ. രാജാവിന്റെ ദണ്ഡനീതി എല്ലാവരെയും സംരക്ഷിക്കുന്നു. സുഷുപ്തിയിലും ജാഗ്രതയിലും ദണ്ഡനീതിയുടെ സംരക്ഷണം നിലനിൽക്കുന്നുണ്ട്. ദണ്ഡനീതി ധർമ്മം തന്നെ എന്നാണ് ജ്ഞാനികൾ പറയുന്നത്.
ജീവികളിൽപ്പെട്ട ചിലരെങ്കിലും രാജാവിന്റെ ദണ്ഡനീതിയെ ഭയക്കുന്നത് കൊണ്ടാണ് തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുന്നത്. മറ്റൊരു കൂട്ടർ യമന്റെ കാലദണ്ഡിനെ ഭയന്നാണ് അകന്നു നിൽക്കുന്നത്. ഇനിയും മൂന്നാമത്തെ കൂട്ടർ വരും ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ദുരന്തങ്ങളെക്കുറിച്ച്, പാപത്തിനുള്ള പ്രതിഫലത്തെക്കുറിച്ച് ഓർത്ത് തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുന്നു. നാലാമത്തെ കൂട്ടർ സമൂഹത്തെ ഭയന്നിട്ടാണ് പാപകർമ്മങ്ങളിൽ നിന്ന് അകന്നിൽക്കുന്നത്. അതുകൊണ്ട് അല്ലയോ രാജൻ, ഈ ലോകത്തിൽ എല്ലാം ദണ്ഡനീതിയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഒരു ഒരു നീതിന്യായ വ്യവസ്ഥ, കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കിട്ടും എന്നൊരു വ്യവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ ദണ്ഡനീതി എന്ന് പറയുന്നത്. ആക്രമിച്ചു കീഴടക്കി പരസ്പരം വിഴുങ്ങാൻ കാത്തിരിക്കുന്നവരെ ദണ്ഡനീതി കൊണ്ട് മാത്രമേ നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കൂ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ശക്തമായ ഒരു ഭരണ സംവിധാനത്തിന്റെയും നീതി നിർവഹണ വ്യവസ്ഥയുടെയും ഒക്കെ ഒരു സൂചന ലഭിക്കുന്നുണ്ട് ഇവിടെ. ഓരോരുത്തരും എങ്ങനെയാണ് ദണ്ഡിക്കേണ്ടത്, ശിക്ഷ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. വാജിദണ്ഡോ ബ്രാഹ്മണാനാം ക്ഷത്രിയാനാം ഭുജാർപ്പണം ദാനദണ്ഡ സ്മൃതോഹോ വൈശ്യോഹോ നിർദണ്ഡ ശൂദ്ര ഉച്യതേ. ബ്രാഹ്മണരെ വാക്കുകൾ കൊണ്ടേ ദണ്ഡിക്കാവൂ. ബ്രാഹ്മണരിൽ നിന്ന് പിഴ ഈടാക്കാൻ പാടില്ല, അവരെ തടവിലിടാനോ ശിക്ഷിക്കാനോ അടിക്കാനോ ഒന്നും പാടില്ല എന്നർത്ഥം. ഭുജിക്കാനും ജീവൻ നിലനിർത്താനും ആവശ്യമുള്ളത് മാത്രം നൽകി ബാക്കിയുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടിയാണ് ക്ഷത്രിയരെ ദണ്ഡിക്കേണ്ടത്. അവർക്ക് ഭക്ഷണം കൊടുക്കണം, അത്യാവശ്യം ആരോഗ്യം വേണം അവർക്ക്, എന്നാലേ യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ. വൈശ്യരിൽ നിന്ന് ദാനമായിട്ട് സമ്പത്ത് സ്വീകരിക്കാം, അവരുടെ സമ്പത്ത് മുഴുവനായിട്ട് വേണമെങ്കിൽ പിടിച്ചെടുക്കാം. അങ്ങനെ വേണം വൈശ്യരെ ദണ്ഡിക്കാൻ. എന്നാൽ ശൂദ്രരെ ദണ്ഡിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. നിർദണ്ഡ ശൂദ്ര ഉച്യതേ. എന്തായിരിക്കും കാരണം? ദണ്ഡം കൊണ്ട് മാത്രം മര്യാദ പാലിക്കുന്ന ചിലരുണ്ട് എന്നും അർജുനനിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശൂദ്രരുടെ അധ്വാനത്തിന് വേതനം നൽകുന്ന സമ്പ്രദായം വർണ്ണാശ്രമ ധർമ്മത്തിലില്ല. ശൂദ്രർക്ക് കാശ് കൊടുക്കില്ല, അവർക്ക് ഭക്ഷണം മാത്രമേ കൊടുക്കുള്ളൂ. സേവനത്തിന് ഭക്ഷണമോ ഭക്ഷ്യവസ്തുക്കളോ ആയിരിക്കും നൽകിയിരുന്നത്. ഭക്ഷണം നൽകാതെ അവരെ ദണ്ഡിച്ചാൽ ശൂദ്രർക്ക് മറ്റു വർണ്ണക്കാരെ സേവിക്കാൻ ആരോഗ്യമുണ്ടാവുകയില്ല. തൊഴിൽ നിഷേധിച്ചാലും കുഴപ്പമാണ്, മറ്റു വർണ്ണക്കാരുടെ സേവനം നൽകാൻ ആളില്ലാതെ പോകും. കൃഷിസ്ഥലത്ത് പണിയെടുക്കാൻ ആളുണ്ടാവില്ല. വസ്തുക്കൾ നിർമ്മിക്കുന്ന വൈശ്യരുടെ ചില പണിശാലകളിൽ പണിയെടുക്കാൻ ആളുണ്ടാവില്ല. അതിനാൽ നിർദണ്ഡ ശൂദ്ര ഉച്യതേ എന്നത് ശൂദ്രരുടെ ദയനീയമായ ജീവിതാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കരുതാം. അവർ അടിമകളെ പോലെ പണിയെടുക്കുകയും ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള മിനിമം ഭക്ഷണം മാത്രം അവർക്ക് കിട്ടുകയും, നേരത്തെ ശൂദ്രർക്ക് കൊടുക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പം കീറിയ കൊടയും കീറിയ വസ്ത്രവും പൊളിഞ്ഞ കൊടയും മാത്രമേ ശൂദ്രർക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ശൂദ്രരെ ദണ്ഡിക്കരുത് എന്ന് പറയുന്നത്. അവരെ ദണ്ഡിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക എന്നാണ് അർത്ഥം. അങ്ങനെ ഭക്ഷണം കൊടുക്കാതിരുന്നാൽ അവർക്ക് മേലാളന്മാർക്ക് അവരെ സേവിക്കാനുള്ള ആരോഗ്യം ഇല്ലാതെ പോകും. ബുദ്ധനെ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും അഹിംസ എന്ന സിദ്ധാന്തത്തെ അപ്രായോഗികം എന്ന് കളിയാക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട് ശാന്തിപർവത്തിൽ. നഹി പശ്യാമി ജീവന്തം ലോകേ കംചിത് അഹിംസയ സത്വൈഹി സത്വാനി ജീവന്തി ദുർബലേർ ബലവത്തര നകുലോ മൂഷകാനത്തി ബിഡാലോ നകുലം തഥാ ബിഡാലം അത്തിശ്വാരാജൻ ശ്വാനം വ്യാലമൃഗാസ്തഥാ താൻ അത്തി പുരുഷ സർവാൻ പശ്യ ധർമ്മോ യഥാഗത പ്രാണസ്യാന്നമിതം സർവം ജംഗമം സ്ഥാവരം ചെയ്യത്. എല്ലാം പ്രാണന്റെ അന്നമാണ് എന്ന് പറയുന്ന സമയത്താണ് അഹിംസയെ തള്ളിക്കളയുന്നത്. അഹിംസ ദീക്ഷിച്ചുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു ലോകത്തെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല എന്ന് അർജുനൻ പറയുന്നുണ്ട്. മൃഗങ്ങൾ മറ്റു മൃഗങ്ങളെയും ബലവാന്മാർ ദുർബലന്മാരെയും കീഴ്പ്പെടുത്തിയാണ് ജീവിക്കുന്നത്. കീരി മൂഷികനെ തിന്നുന്നു, പൂച്ച കീരിയെ തിന്നുന്നു, പൂച്ചയെ നായ തിന്നുന്നു, നായയെ പുള്ളിപ്പുല്ല് തിന്നുന്നു. അവസാനം ഈ എല്ലാതരം ജീവികളെയും സമയമെത്തുമ്പോൾ കാലം വിഴുങ്ങുകയും ചെയ്യുന്നു. അതിനാൽ അഹിംസയല്ല ഹിംസയാണ് പ്രകൃതിയുടെ രീതി എന്നാണ് ശാന്തിപർവത്തിന്റെ വിശദീകരണം. സൂക്ഷ്മയോനീനി ഭൂതാനി തർക്കഗമ്യാനി കാനിചിത് പക്ഷ്മണോപി നിപാതേന്യേഷാം സ്യാത് സ്കന്ധവര്യയ. ഈ ലോകം മുഴുവനായും അതിസൂക്ഷ്മങ്ങളായ ജീവികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കണ്ണിന്റെ പുരികങ്ങൾ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുമ്പോൾ പോലും അതിസൂക്ഷ്മങ്ങളായ നിരവധി ജീവികൾ ഹനിക്കപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ അർജുനൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പൂർണ്ണമായ അർത്ഥത്തിൽ അഹിംസ പ്രായോഗികമേ അല്ല എന്നാണ്. ബൃഹസ്പതി
ചാണക്യൻ മുതലായവരിൽ അവരൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന അർത്ഥശാസ്ത്രത്തിന്റെ അഥവാ നീതിശാസ്ത്രത്തിന്റെ പേരാണ് ദണ്ഡനീതി എന്നും പറയാം. അല്ലെങ്കിൽ അവരുടെ അർത്ഥശാസ്ത്രത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും ഈ മഹാഭാരതത്തിന്റെ ശാന്തി പർവ്വത്തിൽ ആവർത്തിച്ചു വരുന്നത്. അങ്ങനെ അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന പലതരത്തിലുള്ള മനുസ്മൃതി അടക്കമുള്ള പല കൃതികളുടെയും സത്ത അല്ലെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട വാദമുഖങ്ങളൊക്കെ മഹാഭാരതത്തിലേക്ക് വരുന്നുണ്ട്. മഹാഭാരതത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് ജനങ്ങളിൽ എത്തുമെന്നും ജനങ്ങൾ അത് കൊണ്ടു നടക്കുന്നൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ കാണുന്ന കാര്യങ്ങൾ മറ്റു പലയിടത്തും കണ്ടേക്കാം, എന്നാൽ ഇതിലില്ലാത്തവ മറ്റൊരിടത്തും കാണില്ല എന്ന് അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്നത് പല കൃതികളിലും ചേർത്തിട്ടുള്ള പല പ്രധാനപ്പെട്ട വിവരങ്ങളും ഉപകഥകളിലൂടെ കഥകളിലൂടെയൊക്കെ മഹാഭാരതത്തിലേക്ക് കാലക്രമേണ കൂട്ടിച്ചേർത്തുകൊണ്ടേയിരുന്നു. കാരണം മനുസ്മൃതിയിലാണെങ്കിലും അർത്ഥശാസ്ത്രത്തിലാണെങ്കിലും അത് പണ്ഡിതന്മാർ മാത്രമേ വായിക്കൂ. ഉപനിഷത്തും വേദങ്ങളും പണ്ഡിതന്മാർ മാത്രമേ വായിക്കൂ. പക്ഷെ മഹാഭാരതം അങ്ങനെയല്ല, രാമായണം അങ്ങനെയല്ല. അത് നാടോടി കഥകളായിട്ട് ജനങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ എന്തെങ്കിലും പുതിയ കാര്യം ആളുകളെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് മഹാഭാരതത്തിൽ ചേർത്തിരിക്കണം എന്നൊരു കാഴ്ചപ്പാട് കൂടി രൂപപ്പെട്ടു വന്നിരിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ബുദ്ധ ജൈന ദർശനങ്ങളുടെ ആന്തരികമായ ദൗർബല്യങ്ങളെയാണ് ശാന്തി പർവ്വത്തിൽ വിമർശന വിധേയമാക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. എല്ലാ ആൾക്കാരും ഭിക്ഷ യാചിക്കാൻ ഇറങ്ങിയാൽ എങ്ങനെയാണ് സാമൂഹ്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക? സുഖത്തെയും ദുഃഖത്തെയും സമ്പത്തിനെയും ദാരിദ്ര്യത്തെയും അച്ചടക്കത്തെയും അരാജകത്വത്തെയും സ്നേഹത്തെയും വെറുപ്പിനെയും എല്ലാം ഒരുപോലെ നിസ്സംഗതയിലേക്ക്, അങ്ങനെ ഒരുപോലെ കാണുന്ന ഒരു നിസ്സംഗതയിലേക്ക് സമൂഹത്തിലെ മുഴുവൻ മനുഷ്യരും മാറിയാലോ ആ സമൂഹം എങ്ങനെയാ പിന്നെ ചലിക്കുക? അതെങ്ങനെയാ നിലനിൽക്കുക? ഇത്തരം ചില അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ബുദ്ധമതത്തിന്റെ ദർശനങ്ങളെ, ജൈനമതത്തിന്റെ ദർശനങ്ങളെ ശാന്തിപർവ്വത്തിൽ, മഹാഭാരതത്തിന്റെ ശാന്തിപർവ്വം വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ആഴ്ച ചർച്ച ചെയ്യാം.